രക്തമില്ലാത്ത മനുഷ്യർ അധ്യായം 56. SP ശേഖർ ഭയന്ന് വിറച്ചുപോയി. ഒരു ഗറില്ലെ പോലെ പാൻറ്റും കോട്ടും ധരിച്ച ആശാദേവി വാതിലടഞ്ഞു നിന്നു. അവരുടെ നിഴൽ അപ്പുറത്തേക്ക് വീണ് അനന്തതയിലേക്ക് നീണ്ടുകിടന്നു. പുറത്ത് ശക്തിയായ മഴയുണ്ടായിരുന്നു. കാറ്റ് വീശിയടിക്കുന്നു. മഴത്തുള്ളികൾ ചീറിയടിക്കുന്നത് കാണാം. ശേഖറിന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ വസ്ത്രങ്ങൾ വാരിച്ചുറ്റി. അവളാകെ പരിഭ്രാന്തയായിരുന്നു. ശേഖർ, ആശ വിളിച്ചു. കത്തികൊണ്ട് കീറുന്നത് പോലെയായിരുന്നു ആ ശബ്ദം. ആശാദേവി. ആ രൂപം മുന്നിൽ കണ്ടപ്പോൾ അയാൾക്ക് വിശ്വസിക്കാനായില്ല. നീ ആ സാധുക്കളെ ദ്രോഹിച്ചു. ആശ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ശേഖർ ഒരു വശത്തേക്ക് കുനിഞ്ഞ് തലയിണയ്ക്കിടയിൽ നിന്ന് റിവോൾവർ എടുത്തു. ആശാദേവി മഴുവീശി. ശേഖറിൽ നിന്നൊരു നിലവിളിയുണ്ടായി. അയാളുടെ കയ്യിൽ നിന്ന് റിവോൾവറിനോടൊപ്പം അത് പിടിച്ചിരുന്ന കൈപ്പത്തിയും അറ്റു താഴെ വീണു. അയ്യോ! രാത്രിയെ വിറപ്പിക്കുമാർ ഉച്ചത്തിൽ ശേഖർ നിലവിളിച്ചു. ചോര ബെഡിലേക്കും തറയിലേക്കും ചീറ്റിത്തെറിച്ചു. ആ സ്ത്രീ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. മുറിഞ്ഞ കൈയുമായി നിലവിളിച്ചുകൊണ്ട് ശേഖർ രക്ഷപ്പെടാനായി പാഞ്ഞു. ഇനി നീ ആ കൈകൊണ്ട് ആരെയും ദ്രോഹിക്കരുത്, ആശ പറഞ്ഞു. അതൊന്നും അയാൾ കേട്ടില്ല. ആശയുടെ നേരെ ടീപ്പോയി തട്ടിമറിച്ചിട്ട് മടുവിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞുമാറി അയാൾ പുറത്തെ മഴയിലേക്ക് നിലവിളിച്ചുകൊണ്ട് ചാടി. ഇരുട്ടിലേക്ക് പോയ ശേഖറിന്റെ പിന്നാലെ ആശയും ചാടി. ടിവിയുടെ മുറ്റത്തെ വെള്ളത്തിലിട്ട് ആശ അയാളുടെ കാലിനെ വെട്ടി. മറിഞ്ഞു വീണ അയാളുടെ മറ്റേ കാലും മഴ മുറിച്ചു. രാത്രിയെ വിറപ്പിച്ച നിലവിളി. ടിവിയിൽ എല്ലായിടത്തും വെളിച്ചം തെളിഞ്ഞു. ആശ ഇരുളിൽ മറഞ്ഞു. താമസക്കാർ പുറത്തേക്ക് വന്നു. അവിടെമെല്ലാം പ്രകാശമാനമായി. അർദ്ധനഗ്നയായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശേഖറെ കണ്ട് അവർ ഞെട്ടി. വരാന്തയിൽ പേടിച്ചരണ്ട് നിൽക്കുന്ന സ്ത്രീ. അവൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മതാലസയുമായി രമിച്ച SP-യുടെ കാലുകൾ ഛേദിച്ചു. പത്രങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ വാർത്തയും ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചു. വേലായുധനും ഗിരീഷ് ചോപ്രയും മഹേഷ് കുമാറും അത് കണ്ട് തലക്കടിയേറ്റതുപോലെ മന്ദിച്ച് ഇരുന്നു പോയി. ഹോസ്പിറ്റലിൽ മരണാസന്നനായി കിടക്കുകയായിരുന്നു ശേഖർ. ആശയെ അന്വേഷിക്കാൻ പോയ ഇവനെന്തിനാണ് ടിവിയിൽ പെണ്ണുങ്ങളെ കൊണ്ടുവന്നത്? മന്ത്രി പല്ല് ഞെരിച്ചു. ഇതിനേക്കാൾ വലിയ നാണക്കേട് വരാനുണ്ടോ? നായുടെ വാല് എത്ര നാൾ കുഴലിലിട്ടാലും വളഞ്ഞേയിരിക്കുകയുള്ളൂ, ഗിരീഷ് ചോപ്ര പറഞ്ഞു. ഇപ്പോൾ ഉറപ്പായല്ലോ. മന്ത്രി ഫോണിലൂടെ 1-2 സ്ഥലത്തേക്ക് വിളിച്ചു. ശേഖറിന്റെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ പോലീസ് കസ്റ്റഡിയിലാണ്. കൊലയാളിയെപ്പറ്റി അവൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് പോലീസിന് ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അടയാളങ്ങൾ കേട്ടപ്പോൾ അത് ആശാദേവി തന്നെയാണെന്ന് മന്ത്രിക്ക് തോന്നി. കാരണം ഡോക്ടർ ശിവപ്രസാദിന്റെ മുന്നിൽ ആശ ചെന്നുവെന്ന് അയാൾ പറഞ്ഞപ്പോൾ വിശദീകരിച്ച അടയാളങ്ങളും ഇതും തമ്മിൽ യോജിക്കുന്നുണ്ട്. പാൻറ്റും ഷർട്ടും ധരിച്ച് പരുക്കൻ മട്ടിൽ ഗറില്ലെ പോലെ. ആശാദേവി തന്നെ അത് ചെയ്തത് സംശയിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ ശിവപ്രസാദിനെ അമ്പെയ്ത് കൊന്നു. ശേഖറെ വെട്ടി മൃതപ്രായനാക്കി. ഇനി അയാൾ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. അയാളെ കൊണ്ടിനി ഒന്നിനും കൊള്ളില്ല. അത് കേട്ടപ്പോൾ മഹേഷും ചോപ്രയും ഞെട്ടിപ്പോയി. ഇനി അടുത്ത ഇര ആരാണ്? അവർ മുഖാമുഖം നോക്കി. ആശ പ്രതികാരാഗ്നിയുമായി നടക്കുകയാണ്. ചോര കുടിച്ചേ അവൾ അടങ്ങൂ. ശേഖർ അവളെ പിടിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അത് തീർന്നു. ചോപ്ര ദയനീയമായി പറഞ്ഞു. ശേഖറെ നമുക്കൊന്ന് പോയി കാണാം. അവന് ഇതുവരെ ബോധം വന്നിട്ടില്ലെന്നാണ് അറിഞ്ഞത്. 2 കാലുകളിലും ഓപ്പറേഷൻ വേണ്ടി വന്നു, മന്ത്രി പറഞ്ഞു. അവർ ആശുപത്രിയിൽ പോയി. ശേഖറിനെ ഗ്ലാസിനിടയിലൂടെ കണ്ടു. അവർ ഓരോരുത്തർക്കും തോന്നി താനാണ് ആ കിടക്കുന്നതെന്ന്. ഇന്ന് ഞാൻ, നാളെ നീ എന്ന് ശേഖർ പറയുന്നത് പോലെ. അവരെ കണ്ടപ്പോൾ പത്രക്കാർ ഓടിവന്നു. നിങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നല്ലേ? SP-ക്ക് സംഭവിച്ച ഈ ദുരന്തത്തെപ്പറ്റി എന്തു പറയുന്നു? പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ശവത്തെ കുത്താതെ. എനിക്കിതുമായി ഒരു ബന്ധവുമില്ല, വേലായുധൻ അസ്വസ്ഥതയോടെ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. മന്ത്രി പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളാണ് പിന്നീടുണ്ടായത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ആദിവാസി കോളനിയിൽ പോലീസ് നടത്തിയ അക്രമങ്ങളെപ്പറ്റി വാർത്ത വന്നു. മെയിൻ സ്റ്റോറി. വാർത്തകളും ചിത്രങ്ങളും. പോലീസ് സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചു, ബലാത്സംഗം ചെയ്തു. വാർത്ത ശരിയാണെന്ന് മന്ത്രി ഉറപ്പുവരുത്തി. സ്ത്രീകൾ അതേപ്പറ്റി സംസാരിക്കുന്നു. പത്രത്തിൽ അവരുടെ ദുഃഖാനുഭവങ്ങൾ. തുടർന്ന് എല്ലാ പത്രങ്ങളിലും വാർത്ത തുടർച്ചയായി വന്നു. സ്ത്രീ പീഡനത്തിനെതിരെ
ബുദ്ധിജീവികളും എഴുത്തുകാരും രംഗത്തിറങ്ങി. നിയമസഭയിലും ഒച്ചപ്പാടായി. ടിവിയും റേഡിയോയും വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, അപമാനിക്കപ്പെട്ട ആദിവാസി സ്ത്രീകളോട് ഗവൺമെന്റ് മാപ്പ് പറയുക, നഷ്ടപരിഹാരം നൽകുക. പ്രതിപക്ഷത്തിന് ഇതിനേക്കാൾ നല്ലൊരിര കിട്ടാനില്ല. ചാകര കിട്ടിയതുപോലെയായിരുന്നു അവർ. ആഭ്യന്തരമന്ത്രിയുടെ മനസമാധാനം നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം കാരണക്കാരൻ SP ശേഖറാണെന്നറിഞ്ഞപ്പോൾ വേലായുധൻ കലികൊണ്ട് വിറച്ചു. ആശുപത്രിയിൽ ചെന്ന് ശേഖറെ തൊഴിക്കാൻ തോന്നി. ഒരാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ശേഖറിനെ കാട്ടിലേക്ക് അയച്ചത്. അയാൾ ആപത്തിൽപ്പെടുക മാത്രമല്ല, ആപത്തുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അക്രമത്തിന് സമാധാനം പറയാതിരിക്കാൻ പറ്റില്ല. ജനങ്ങളെ സമാധാനിപ്പിക്കാനും ഒരു പ്രഹസനം നടത്താനും വേണ്ടി ആദിവാസി കോളനിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്ന വഴിയിലൊക്കെ ആളുകൾ തന്നെ ചീത്ത വിളിക്കുന്നത് വേലായുധൻ കേട്ടില്ലെന്ന് നടിച്ചു. കാട്ടിലൂടെയുള്ള ആ നടപ്പ് മന്ത്രി കഷ്ടപ്പെട്ടു പോയി. ആദിവാസി കോളനിയിലെത്തിയപ്പോൾ അയാൾക്ക് അറപ്പ് തോന്നി. ഇങ്ങനെയും മനുഷ്യര് ജീവിക്കുന്നുണ്ടോ? പട്ടിണിക്കോലങ്ങൾ. ഇവരുടെ പേര് പറഞ്ഞ് വോട്ട് നേടാനല്ലാതെ ഇവിടെയൊന്ന് വന്ന് ഒരു മണിക്കൂർ പോലും തങ്ങാൻ പറ്റുകയില്ലെന്ന് മന്ത്രിക്ക് തോന്നി. പോലീസുകാരും പാർട്ടിക്കാരും ഉണ്ടാക്കിയ ഉയർന്ന സ്ഥാനത്ത് നിന്ന് മന്ത്രി അവരോട് അനുശോചനം അറിയിച്ചു. അവർക്ക് കുറെ വാഗ്ദാനങ്ങൾ നൽകി. കൂടെ കൊണ്ടുപോയ പാർട്ടിക്കാർ കൈയടിച്ചു. ആദിവാസികൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി. അവരിതൊക്കെ കേട്ടുമടുത്തിരിക്കാം. പ്രസംഗിക്കുന്നതിനിടയിൽ മന്ത്രി ഓർത്തു, ഇപ്പോൾ കാടിനുള്ളിൽ നിന്നും ഒരസ്ത്രം പാഞ്ഞു വന്നാൽ എന്തു ചെയ്യും? മന്ത്രി ഗുരുവായൂരപ്പനെ വിളിച്ചുപോയി. തനിക്ക് നഗരം മാത്രം ഭരിച്ചാൽ മതി. AC കാറിലും 5 സ്റ്റാർ ഹോട്ടലിലും താമസിച്ചുള്ള രാജ്യസേവനം മതി. ഇതൊക്കെ കാണുന്നത് തന്നെ വിഷമമാണ്. വേലായുധൻ ഓർത്തു. വിദേശ പര്യടനവും ഉദ്ഘാടനവും നല്ല കാര്യങ്ങളാണ്. ഈ നടപ്പ് വയ്യ. മന്ത്രിമാർ ഇങ്ങനെ അലയാനുള്ളവരല്ല. രാത്രിയിൽ ടിവിയിൽ വന്ന് മന്ത്രി കുഴമ്പ് തേച്ച് വിശ്രമിച്ചു. നടന്ന് കാലിലെ മസില് കയറി. ശിങ്കിടികൾ കാല് തിരുമ്മിക്കൊണ്ടിരുന്നു. ലഹരി പാനീയങ്ങളും കോഴിയിറച്ചിയും കഴിച്ച് മന്ത്രി വിശ്രമിച്ചു. ടിവിക്ക് ചുറ്റും പോലീസ് കാവലായിരുന്നു. അപ്പോൾ മന്ത്രിക്കൊരു ഫോൺ കോൾ വന്നു. PA അറ്റൻഡ് ചെയ്തു. മന്ത്രിക്ക് കൊടുത്തു. യെസ്, ഹോം മിനിസ്റ്റർ. വേലായുധൻ റിസീവർ ചെവിയോടടുപ്പിച്ചു. വേലായുധ. ചെവിക്ക് പിന്നിൽ നിന്നും ആശാദേവിയുടെ ശബ്ദം കേട്ട് മന്ത്രി പരിഭ്രാന്തനായി ചാടി എഴുന്നേറ്റു. കാല് തിരുമ്മിക്കൊണ്ടിരുന്നവൻ മറിഞ്ഞു വീണു. തൊട്ടടുത്ത മുറിയിൽ വെച്ചാണ് ശേഖർ ആക്രമിക്കപ്പെട്ടത്. വേലായുധൻ നടക്കത്തോടെ ഓർത്തു. അധ്യായം 57. ഫോൺ കയ്യിൽ വെച്ച് മന്ത്രി വിയർത്തു. PAയും മുറിയിലുണ്ടായിരുന്ന മറ്റ് പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിന്റെ നേരെ നോക്കി ശ്വാസമടക്കിയിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. വേലായുധ. ആഷയുടെ ശബ്ദം അയാൾ വീണ്ടും കേട്ടു. വേലായുധന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. വേലായുധ. അതൊരു അലർച്ചയായിരുന്നു. എന്തോ അയാൾ അറിയാതെ വിളികേട്ടുപോയി. ഇരുന്നിടത്തു നിന്ന് അറിയാതെ ഭയന്ന് നിവർന്നതുപോലെ ആ ഭാവങ്ങൾ മന്ത്രിയിൽ കണ്ട് മുറിയിലുണ്ടായിരുന്നവർ ഉത്കണ്ഠാകുലരായി. തന്റെ വിറയിൽ മറ്റുള്ളവർ കണ്ടെന്നറിഞ്ഞപ്പോൾ വേഗം വേലായുധൻ ഭാവം മാറ്റി ഗൗരവത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തു വേണം? മുറിയിൽ വേറെ ആളുകളുണ്ട് അല്ലേ? ആഷയുടെ ശബ്ദം. ഡിസ്കണക്ട് ചെയ്യാൻ നോക്കണ്ട. നിന്നെ ഞാൻ ഈ ലോകത്തു നിന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്യാൻ പോവുകയാണ്. അത് കേട്ട് വേലായുധൻ നടുങ്ങി. ആരാ സാർ? മന്ത്രിയുടെ മുഖത്തേക്ക് നോക്കി PA തോമസ് ചോദിച്ചു. കൂടെയുണ്ടായിരുന്ന ചിലരും ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ ആഷയുടെ ശബ്ദം മന്ത്രിയുടെ കാതിലെത്തി. ഞാൻ ആരാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വേലായുധ? വേലായുധന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവരൊക്കെ അടുത്തിരിക്കുന്നത് തന്നെ ആപത്താണെന്ന് അദ്ദേഹത്തിന് തോന്നി. സാർ, ആരാണത്? എന്താ പ്രശ്നം? ഒരു നേതാവ് എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പോൾ പരിഹരിക്കുമെന്ന മട്ടിൽ ചോദിച്ചു. എന്റെ ഒരു ഫ്രണ്ടാണ്. എനിക്കല്പം പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 2 നിമിഷം നിങ്ങൾ പുറത്തിരിക്കി. മന്ത്രി പറയാൻ നോക്കിയിരിക്കുകയായിരുന്നു PA. അയാൾ അവരെ പുറത്താക്കി. കാര്യം ഗൗരവമുള്ളതാണെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. സുഹൃത്തെ, ആശാദേവിയുടെ ശബ്ദം. പരിഹാസച്ചിരിയാണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലായിരുന്നു. എല്ലാവരെയും പുറത്താക്കിയോ? നിനക്കെന്താണ് വേണ്ടത്? എന്നെ എന്തിനാണിങ്ങനെ ദ്രോഹിക്കുന്നത്? ഭ്രാന്ത് പിടിച്ചതുപോലെ മന്ത്രി ചോദിച്ചു. നിങ്ങൾക്കറിയില്ലേ വേലായുധ? ആ ശബ്ദത്തിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. നീ ശേഖറിന്റെ കൈയും കാലും വെട്ടിമുറിച്ചില്ലേ? അയാളെ കൊല്ലാൻ മേലായിരുന്നോ നിനക്ക്?
മന്ത്രി ദേഷ്യത്തിൽ ശബ്ദമുയർത്തി. അതല്ലായിരുന്നോ ഇതിനേക്കാൾ നല്ലത്? പാടില്ല, അവൻ അനുഭവിക്കണം. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ആദിവാസികളെ അവൻ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോടാ? കരണത്തടിക്കുന്നത് പോലെയാണ് ആശാദേവിയുടെ ശബ്ദം കാതിലെത്തിയത്. കാട്ടുപോക്കൾ പോലെയുള്ള ആദിവാസി പെൺകുട്ടികളെ നിങ്ങൾ കൊന്നില്ലേ? അവരുടെയും ശേഖറിന്റെയും ജീവന്റെ വില ഒന്ന് തന്നെയല്ലേ? എന്നെ പിടിക്കാനാണ് നിന്റെ ശ്രമം അല്ലേ? അതിനല്പം കൂടെ താമസമുണ്ട്. ചെയ്ത തെറ്റുകളെപ്പറ്റി ഇപ്പോൾ ശേഖറിന് പശ്ചാത്താപം തോന്നുന്നുണ്ടാവും. അതുപോലെ നിങ്ങളും പശ്ചാത്തപിക്കേണ്ടി വരും. ഭ്രാന്തൻ ഡോക്ടറെ പോലെ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ മരിക്കില്ല. സാവധാനം, സാവധാനം കൊല്ലും. വേലായുധൻ ഉമിനീരിറക്കാൻ വിഷമിച്ചു. ആഷയുടെ ശബ്ദം വീണ്ടും കാതിലെത്തി. നരകത്തിന്റെ കലണ്ടറിൽ അക്രമവും കൈക്കൂലിയും അഴിമതിയും നടത്തിയവരെ കൊല്ലുന്നത് കണ്ടിട്ടില്ലേ? പാപിയെ കയ്യും കാലും കെട്ടി ഒരു കല്ലടിച്ചിട്ട് സാവധാനം ആട്ടുന്ന ചെകുത്താന്മാർ, ചോര സന്തോഷത്തോടെ കുടിക്കുന്ന ചെകുത്താന്മാർ. ഒരു ദിവസം ആട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം തീയുടെ മുകളിൽ വെച്ച് സാവധാനം ചുടും. അടുത്ത ദിവസം പുഴുക്കളെ കൊണ്ട് കടുപ്പിക്കും. ചെയ്തുപോയ സകല പാപങ്ങളും അപ്പോൾ ഓർത്തുപോകും. അപ്പോഴങ്ങ് മുകളിൽ സ്വർഗത്തിൽ നിങ്ങൾ കൊന്നുകളഞ്ഞ സാധുക്കളും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും നിഷ്കളങ്കരായ പഞ്ചമിയുമൊക്കെ ഇരിക്കുന്നത് കാണാം. ചൂടിൽ കിടന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിനായി നിങ്ങൾ നിലവിളിക്കും. പക്ഷേ നിങ്ങളുടെ നിലവിളിയൊന്നും സ്വർഗത്തിലെത്തുകയില്ല. എന്തു ചെയ്യാനാ? സ്വർഗത്തിനും നരകത്തിനുമിടയിലൊരു മതിലുണ്ട്, കാണാൻ മേലാത്ത മതില്. ഭൂമിയുടെ അച്ചുതണ്ടെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയൊരു മതിലാണല്ലോ നിങ്ങൾ ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്ന ഞങ്ങൾക്കുമിടയിലുള്ളത്. പാവപ്പെട്ടവന്റെ നിലവിളിയൊന്നും നിങ്ങളുടെ ചെവിയിലെത്തുകയില്ലല്ലോ. ഓ നേതാവേ! സാവധാനത്തിലും ഇടയ്ക്കിടയ്ക്ക് വാക്കുകളുടെ ഗാംഭീര്യം മാറ്റി തമാശ കഥ പറയും പോലെയും അതേസമയം മുള്ളുപോലെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെയുമായിരുന്നു ആശാദേവി പറഞ്ഞത്. ആശ പറഞ്ഞതിനേക്കാളുമേറെ ആഴത്തിലത് വേലായുധന്റെ ഹൃദയത്തിൽ തറച്ചു. അയാൾ അനുനയത്തിൽ പറഞ്ഞു, ആഷേ, എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞങ്ങളെ ദ്രോഹിക്കരുത്. നീ ജീവിച്ചിരിക്കുന്ന വിവരം. ഷട്ടപ്പ്! ആഷ അലറി. നീയോ? സോറി മാഡം, സാർ. വേലായുധൻ തിരുത്തി. അയാൾ തല്ലുകൊണ്ട കൊച്ചുകുട്ടിയെ പോലെ ഭയചകിതനായിരുന്നു. സാർ ജീവിച്ചിരിക്കുന്ന വിവരം ആർക്കും അറിയില്ല. കൊള്ളക്കാരുടെ തടവറയിലായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തിരിച്ചു വരാം. ഞാൻ അതിനു വേണ്ട എല്ലാ സഹായവും ചെയ്യാം. മരിച്ചുവെന്നുള്ള റെക്കോർഡുകളൊക്കെ തെറ്റാണെന്ന് വരുത്താം. നമുക്ക് ആലോചിച്ച് അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. സാറിനൊരു നല്ല ഭാവിയും ഉണ്ടാക്കാം. വളരെ നല്ലൊരു സ്വീകരണം ആശാദേവിക്ക് തരും. ഉദ്യോഗത്തിൽ പ്രൊമോഷനും. ഇത്രയും കാലം കാട്ടുകൊള്ളക്കാരുടെ തടവറയിൽ കഴിഞ്ഞ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കും. പറയൂ മാഡം, ഇത് പോരെ? വേലായുധൻ യാചിക്കുന്ന മട്ടിൽ ചോദിച്ചു. പോരാ, ആഷ പറഞ്ഞു. പിന്നെന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. അത് തരാൻ വേണ്ട കഴിവും അധികാരവും എനിക്കുണ്ട്. ശേഖറിന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്ത് ചോദിച്ചാലും നിങ്ങൾ തരുമോ? ആഷ ചോദിച്ചു. ആശാദേവി ഇനിയൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്നും അനുരഞ്ജനത്തിന് തയ്യാറാണെന്നും അറിഞ്ഞപ്പോൾ വേലായുധനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഡെമോക്ലിസിന്റെ വാൾ പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടന്ന മരണം മാറിപ്പോയതുപോലെ വേലായുധൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് വേണമെങ്കിലും തരാം. പണം, വീട്, എസ്റ്റേറ്റ്, എന്തും ചോദിച്ചോ. എന്നെ വെറുതെ വിട്ടാൽ മതി. ഞാൻ ആദ്യമായി മന്ത്രിയായതാ. പോരെങ്കിൽ ചെറുപ്പവുമല്ലേ. എന്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കാതിരുന്നാൽ ആഷ സാറിന് പുണ്യം കിട്ടും. പറയ്, എന്താ വേണ്ടത്? ഒരു നിമിഷം മറുവശത്തു നിന്ന് ശബ്ദമൊന്നും വന്നില്ല. വേലായുധൻ വീർപ്പുമുട്ടലോടെ കാത്തുനിന്നു. ആ മുഖത്തുകൂടി വിയർപ്പ് ചാലുകൾ ഒഴുകുകയായിരുന്നു. PA അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി. ശ്വാസം കഴിക്കാൻ പോലും മറന്നു നിന്നു. എനിക്കെന്റെ ഭർത്താവിനെ വേണം. ആദ്യത്തെ ആവശ്യം കേട്ടപ്പോൾ വേലായുധൻ ഹൃദയത്തിന്റെ വാൽവ് പൊട്ടിയതുപോലെ ഒന്ന് നടുങ്ങി. വിയർത്തൊഴുകുന്ന മുഖത്തുനിന്ന് രക്തം വലിഞ്ഞുപോയി. പ്രകാശിച്ചിരുന്ന കണ്ണുകൾ മൃതശരീരത്തിൻ്റെത് പോലെയായി. കണ്ണുകളിൽ ഇരുട്ട് കയറി. ശില പോലെ അയാളിരുന്നു. നിങ്ങൾ കൊന്ന എന്റെ ഗീതുമോളെ എനിക്ക് വേണം. ആഷയുടെ ശബ്ദം വീണ്ടും കേട്ടു. പാവങ്ങളായ ആദിവാസികളുടെ ജീവനും മാനവും തിരിച്ചു വേണം. പഞ്ചമിയെ ജീവനോടെ വേണം. സബ് ഇൻസ്പെക്ടർ ബഷീറിനെയും അതോടൊപ്പം നിങ്ങൾ ദ്രോഹിച്ച കോൺസ്റ്റബിൾസിനെയും തിരിച്ചു തരണം. ഉമയെയും അവളുടെ സഹോദരി പ്രേമയെയും തിരിച്ചു വേണം. തരാൻ പറ്റുമോ? നിന്റെ പണവും അധികാരവും ഒന്നും വേണ്ടെനിക്ക്. വേലായുധനിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. മന്ത്രിയുടെ ഭാവം കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ തോമസ് നിന്നു.
തരാൻ പറ്റുമോ വേലായുധ? ആഷയുടെ ശബ്ദം, വളരെ ദയനീയമായ ഒരു നേർത്ത ശബ്ദം വേലായുധനിൽ നിന്നുണ്ടായി. ഷട്ടപ്പ് യു ബാസ്റ്റഡ്! ആഷ അലറി. ഞാൻ ആവശ്യപ്പെട്ടത് തരാൻ പറ്റില്ലെങ്കിൽ നീ ഇനി ശബ്ദിക്കരുത്. നിന്നെ ഞാൻ നേരിട്ട് കണ്ടോളാം. ഫോൺ ക്രാഡലിൽ വെക്കുന്ന ശബ്ദം വേലായുധൻ കേട്ടു. സാർ, തോമസ് മന്ത്രിയെ വിളിച്ചു. മന്ത്രിയുടെ കൈ കുഴഞ്ഞ് റിസീവർ താഴെ വീണു. സാർ! തോമസ് പിടിക്കുന്നതിന് മുമ്പ് വേലായുധൻ പിന്നോട്ട് മലച്ചു. അയ്യോ, സാറ് ചത്തേ! തോമസ് പരിഭ്രാന്തനായി വിളിച്ചു കൂവി. പുറത്ത് കാത്തുനിന്നവർ വാതിൽ ചവിട്ടി തുറന്ന് മുറിയിലേക്ക് ഇരച്ചു കയറി. അധ്യായം 58. സാർ, സാർ! തോമസ് മന്ത്രിയെ കുലുക്കി വിളിച്ചു. മന്ത്രി അനങ്ങിയില്ല. കണ്ടു നിന്നവർ ഭയന്ന് നിലവിളിച്ചു പോയി. ഒരാൾ മന്ത്രിയെ പരിശോധിച്ചു. പൾസ് മിടിക്കുന്നുണ്ട്, മന്ദമായി ശ്വാസം കഴിക്കുന്നുണ്ട്. മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, അയാൾ പറഞ്ഞു. എന്നാൽ ബോധക്ഷയമായിരിക്കും. എന്താ പറ്റിയത്? പാർട്ടിയുടെ യുവജന നേതാവ് മന്ത്രിയുടെ പിയുടെ നേരെ നോക്കി. കുട്ടി നേതാക്കളും ശിങ്കിടികളും കൂടെ തന്നെ കൊല്ലുമോ എന്ന് പോലും തോമസ് ഭയന്നുപോയി. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കാനല്ലേ എളുപ്പം. എനിക്കറിയില്ല, സാറ് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് തളർന്നു വീണു. തോമസ് പറഞ്ഞു. ഒരാൾ ഫോണെടുത്ത് നോക്കി. അതുകൊണ്ട് ഗുണമില്ലായിരുന്നു. ഫാനിട്ടത് കൂടാതെ മന്ത്രിയെ വീശി. ശരീരമാകെ വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. തണുത്ത വെള്ളം മുഖത്ത് തളിച്ചിട്ടും ബോധം വന്നില്ല. ഉടനെ മന്ത്രിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ടിവിയിലും ഹോസ്പിറ്റലിലും പോലീസിന്റെ പ്രളയം. 1 മണിക്കൂർ കൊണ്ട് മിനിസ്റ്റർ വേലായുധന് പഴയ പ്രസരിപ്പ് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ബോധം തെളിഞ്ഞയുടനെ മന്ത്രി അന്വേഷിച്ചത് തന്റെ സെക്രട്ടറി തോമസിനെയാണ്. തോമസ് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആരാണ് ഫോൺ വിളിച്ചതെന്ന് തോമസ് ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ. വെരി ഗുഡ്. എല്ലാം രഹസ്യമായിരിക്കണം. അറിയാം സാർ. ആ മുറിയിലേക്ക് മറ്റാരെയും പ്രവേശിപ്പിച്ചില്ല. പിന്നീട് പോലീസിനോടും പാർട്ടി സുഹൃത്തുക്കളോടും വേലായുധൻ കള്ളം പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു തലകറക്കം, ചങ്കിനകത്തൊരു മിന്നൽ പോലെ. സാർ ശോഭിച്ചു സംസാരിച്ചുവല്ലോ? പാർട്ടിയുടെ യുവജന നേതാവ് ചോദിച്ചു. തന്നെപ്പോലെ ആണോടോ? എനിക്ക് വീടും കുടുംബവുമൊക്കെ ഇല്ലേ? ചിലപ്പോൾ ശോഭിക്കേണ്ടതായും വരും. മന്ത്രിയുടെ മറുപടി ആ രീതിയിലുള്ള എന്തെങ്കിലും ചോദിക്കാനിരുന്നവരുടെ വായടച്ചു. സാർ സൂക്ഷിക്കണം. പ്രീതി പറ്റാൻ വേണ്ടി പോലീസ് ഓഫീസർ ഒരു നിർദ്ദേശം വെച്ചു. നല്ല ചികിത്സ വിദേശത്ത് കിട്ടും. ഒരു ഫോറിൻ ടൂർ നടത്തണം സാർ. വേലായുധൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. ഗവൺമെന്റിന്റെ പണം ധൂർത്തടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ത്യാഗങ്ങൾ സഹിച്ചാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നത്. ഐ ആം എ പൊളിറ്റിക്കൽ സഫറർ. കുറച്ചു കാലമേ ഉള്ളുവെങ്കിലും ജനത്തിന് ഓർമ്മിക്കാൻ എന്തെങ്കിലും നന്മ ചെയ്യണമെനിക്ക്. പോലീസ് ഓഫീസർ പിന്നൊന്നും പറഞ്ഞില്ല. ഡോക്ടർമാരും കുട്ടി നേതാക്കന്മാരും മന്ത്രി വേലായുധനെ ആദരവോടെ നോക്കി. പിറ്റേ ദിവസം തന്നെ മഹേഷ് കുമാറും ഗിരീഷ് ചോപ്രയും മന്ത്രി വേലായുധന്റെ വീട്ടിലെത്തി. മന്ത്രി വിളിച്ചിട്ടായിരുന്നു അത്. ടിവിയിൽ നടന്ന സംഭവം അവരെ നടുക്കി. അവളെ പിടികൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഏക വ്യക്തി SP ശേഖറാണ്, ഗിരീഷ് പറഞ്ഞു. മരിച്ച ഡോക്ടർ ശിവപ്രസാദിനേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ ശേഖറിന്റെ കാര്യം. ഇനി 2 കാര്യങ്ങളെ നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതുള്ളൂ, മഹേഷ് കുമാർ പറഞ്ഞു. എന്താണത്? വേലായുധൻ ചോദിച്ചു. ഒന്നുകിൽ നാട് വിടുക, ആശാദേവിയുടെ കണ്ണെത്താത്തിടത്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവളെ കണ്ടുപിടിക്കുക. ഭൂമിക്ക് തുരങ്കം വെക്കുന്നവനായ ശേഖർ വിചാരിച്ചിട്ട് അവളുടെ ഒരു രോമം പോലും പറിക്കാൻ കഴിഞ്ഞില്ല. അവൾ നമ്മുടെ കൺമുന്നിലൂടെ പ്രേതത്തെ പോലെ നടക്കുന്നുണ്ട് താനും. അവളെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? തെല്ലൊരരിശത്തോടെ മന്ത്രി ചോദിച്ചു. വഴിയുണ്ട്, മഹേഷ് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ആവശ്യം വന്നാൽ പോലീസിനെ ഉപയോഗിച്ചോട്ടെ. എന്ത് ചോദ്യമാടോ ഇത്? ഇല്ലെങ്കിൽ പിന്നെ പോലീസ് എന്തിനാ? ഞാനെന്തിനാ പിന്നെ മന്ത്രിയാണെന്നും പറഞ്ഞിരിക്കുന്നത്? എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, വേലായുധൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പറയാം, മഹേഷ് തുടങ്ങി. ആശാദേവിക്ക് ഒരു സഹായി ഉള്ളതായി അറിയാമോ? അതെ, ഉണ്ട്. ഹോട്ടലിൽ നിന്ന് എന്റെ പണം തട്ടിയെടുക്കാനും ഒരുത്തൻ കൂട്ടുണ്ടായിരുന്നു. മന്ത്രി സമ്മതിച്ചു. അവൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ഗിരീഷ് പറഞ്ഞു. ആരാ? മന്ത്രി ഉത്കണ്ഠയോടെ ചോദിച്ചു. രവീന്ദ്രൻ. അതാരാ? ആശാദേവിയുടെ വേലക്കാരൻ. ഡോക്ടർ ബാലചന്ദ്രൻ അവിടെ താമസിക്കുന്ന കാലം മുതൽ അവൻ അവിടെയുണ്ട്. ഡോക്ടർ ബാലചന്ദ്രൻ മരിക്കുന്ന സമയത്ത് അവൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ആ മലയോര ഗ്രാമത്തിലാണ് അവന്റെ വീട്. യജമാന സ്നേഹമുള്ള അവനാണിപ്പോൾ ആഷയ്ക്ക് രക്ഷ. മഹേഷ് പറഞ്ഞു തീർത്ത ഉടനെ മന്ത്രി വേലായുധൻ ചോദിച്ചു. ആര് പറഞ്ഞു ഈ അസംബന്ധം? ഞാനിത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാൻ മാത്രം തെളിവുണ്ട്.
ഗിരീഷ് ശാന്തനായി പറഞ്ഞു. ഞങ്ങൾ SP ശേഖറുമായി സംസാരിച്ചു. അദ്ദേഹം കാട്ടിൽ അന്വേഷണം നടത്തിയപ്പോൾ അതേപ്പറ്റി വിവരം കിട്ടി. പിന്നെ എന്തുകൊണ്ട് അയാൾ അവനെ തേടിയില്ല? അതിന് സാവകാശം കിട്ടിയില്ല. നിങ്ങളെന്താ അവനെ കണ്ടുപിടിക്കാതിരുന്നത്? ഇന്നാണ് അറിഞ്ഞത്. നാളെ ഞങ്ങൾ അവന്റെ വീട് കുളം തോണ്ടും. ഗിരീഷ് പല്ലു ഞെരിച്ചു. അവനെപ്പറ്റി അവന്റെ വീട്ടുകാർക്ക് അറിയാതിരിക്കില്ല. പുഷ്പം പോലെ അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ശവമായിട്ട് അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ എന്ത് സമ്മാനം വേണമെങ്കിലും ഞാൻ തരാം. സമ്മാനമോ? ഇത് ഞങ്ങളുടെ ആവശ്യമല്ലേ? മഹേഷ് ചോദിച്ചു. വർഷങ്ങളായുള്ള പക എനിക്ക് അവളോടുണ്ട്. അവൾ കാരണം എന്റെ ജീവിതം തകർന്നു. മനസ്സമാധാനം എന്നത് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇനിയൊരു തുറന്ന യുദ്ധമാണ്. ഒന്നുകിൽ അവൾ ഞങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ ഞങ്ങൾ അവളെ കൊല്ലും. ചോപ്രയ്ക്ക് വികാരം നിയന്ത്രിക്കാനായില്ല. മുഷ്ടി ചുരുട്ടി മേശപ്പുറത്തിടിച്ചു. ഒന്നുകിൽ ഞങ്ങൾ, അല്ലെങ്കിൽ അവൾ. ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഒന്നിനും മടിയില്ലാത്തവർ. എന്നാൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോ? എന്തിനാ നാളത്തേക്ക് കാക്കുന്നത്? വേലായുധൻ ധൃതി കൂട്ടി. 100 കിലോമീറ്റർ യാത്ര ചെയ്യണ്ടേ? ഒരു നിമിഷം നേരത്തെ അവരെ പിടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അത്രയും കൂടുതൽ നേരം ജീവനോടെ ഇരുന്നുവെന്നാണ് അർത്ഥം. ഗിരീഷും മഹേഷും മുഖത്തോട് മുഖം നോക്കി. ശരി, ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. 2 ജീപ്പുകളിൽ എന്തിനും പോന്ന ഗുണ്ടകളുമായാണ് മഹേഷും ഗിരീഷും പോയത്. അവർ ഗ്രാമത്തിലെത്തിയപ്പോൾ രാത്രിയായി. പലരോടും തിരക്കി വീട് കണ്ടുപിടിച്ചു. ചെമ്മൺ റോഡിൽ നിന്ന് 2 ജീപ്പുകളും ഇരമ്പിപ്പാഞ്ഞ് ആ ചെറിയ പുരയുടെ മുന്നിൽ നിന്നു. വീട്ടുകാർ നേരത്തെ ഉറക്കം പിടിച്ചിരുന്നു. ശബ്ദം കേട്ട് വാതിൽ തുറക്കപ്പെട്ടു. ഗിരീഷ് ചോപ്രയും മഹേഷും ചെന്നൈയിലേക്ക് കയറി. ഒരു മധ്യവയസ്കൻ വിളക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കച്ചടവോടെ അവരെ നോക്കി. ആരാ? നാട്ടിന്ന് വരികയാണ്. രവീന്ദ്രന്റെ കൂട്ടുകാരാ? രവീന്ദ്രനില്ലേ ഇവിടെ? മഹേഷ് ചോദിച്ചു. ഇല്ലല്ലോ. അയ്യോ, എവിടെ പോയി? ഞങ്ങൾക്ക് കണ്ടിട്ട് അത്യാവശ്യമുണ്ടായിരുന്നു. ഗിരീഷ് ചോപ്ര അഭിനയിച്ചു. അവൻ ഇവിടെയില്ല. എവിടെ പോയി? കുറെ അകലെ ജോലിക്ക് പോയിരിക്കുക, വൃദ്ധൻ പറഞ്ഞു. എന്താ കാര്യം? നിങ്ങളിരിക്ക്. വൃദ്ധൻ വിളക്ക് തിണ്ണയിൽ കിടന്ന ബെഞ്ചിൽ വെച്ചു. അയ്യോ, വളരെ ധൃതിയുണ്ടല്ലോ. അകത്താരുടെയോ കാൽപെരുമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ഗിരീഷ് പറഞ്ഞു. ഇതേ സമയം ഗുണ്ടകൾ ഇരുട്ടിലൂടെ വീട് വളഞ്ഞിരുന്നു. ആ പുൽക്കെട്ടിടത്തിൽ നിന്നാര് പുറത്തിറങ്ങിയാലും അവർക്ക് കാണാമായിരുന്നു. ചേട്ടൻ രവീന്ദ്രന്റെ അച്ഛനാണോ? മഹേഷ് ചോദിച്ചു. അതെ. കണ്ടതിൽ വളരെ സന്തോഷം. അച്ഛനെപ്പറ്റിയും അമ്മയെപ്പറ്റിയുമൊക്കെ രവീന്ദ്രൻ ഞങ്ങളോട് പറയുമായിരുന്നു. രവീന്ദ്രന് നിങ്ങളോടെന്ത് സ്നേഹമാണെന്നോ? ഇവിടെ ആരൊക്കെയാണുള്ളത്? ഞാനും ഭാര്യയും മകളും. വാതിൽക്കൽ വൃദ്ധന്റെ പിന്നിലായി 2 സ്ത്രീകളുടെ മുഖങ്ങൾ അവർ കണ്ടു. അതിൽ ഒരു മുഖം സുന്ദരിയായ ഒരു തരുണിയുടേതായിരുന്നു. രവീന്ദ്രന്റെ പെങ്ങളാണല്ലേ? കല്യാണം കഴിഞ്ഞോ? ഗിരീഷ് സ്നേഹത്തോടെ ചോദിച്ചു. ഇല്ല, ആലോചനയൊക്കെ വരുന്നുണ്ട്, കാരണവർ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കെട്ടിക്കോളാം, മഹേഷ് പറഞ്ഞു. കാരണവർ അവരെ സംശയത്തോടെ നോക്കുമ്പോൾ ഗിരീഷ് ഒരു കൈകൊണ്ട് തോക്കെടുത്തിട്ട് മറ്റേ കൈകൊണ്ട് അയാളുടെ കഴുത്തിൽ പിടിച്ചു. എവിടെടാ രവീന്ദ്രൻ? അയ്യോ, കൊല്ലുന്നേ, കൊല്ലും. അവൻ എവിടെ? അറിയില്ല. എവിടെയാടി ആശാദേവി? മഹേഷ് യുവതിയെ പിടിച്ച് വെളിയിൽ ചാടിച്ചു. ഞങ്ങൾക്കറിയില്ല. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ പറയിക്കാം. കത്തിക്കടാ, മഹേഷ് ഗുണ്ടകളോട് അലറി. നിമിഷങ്ങൾക്കുള്ളിൽ പുല്ലിന് തീ വീണു. വീട് കത്തിയെരിഞ്ഞു. അലറി നിലവിളിക്കുന്ന രവീന്ദ്രന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അവർ ജീപ്പിൽ കയറ്റി. നിലവിളിയും തീയും കണ്ട് ആളുകൾ ഓടി വന്നപ്പോൾ ജീപ്പുകൾ പാഞ്ഞുപോയി. അയ്യോ, രക്ഷിക്കണേ! ആ നിലവിളി ജീപ്പിന്റെ അലർച്ചയ്ക്കൊപ്പം ഇരുളിലേക്ക് ഊളിയിട്ടുപോയി. രാവിലെ പത്രം വായിച്ചു കൊണ്ടിരുന്ന മന്ത്രി വേലായുധൻ ഭയന്ന് നിലവിളിച്ചു പോയി. പത്രത്തിൽ പൊതിഞ്ഞ ഒരു മനുഷ്യന്റെ ശിരസ് മടിയിലേക്ക് വീണതുപോലെ അയാൾ ഞെട്ടി പിന്നോട്ട് മാറി. കയ്യിൽ നിന്ന് വഴുതിപ്പോയ പത്രത്തിലേക്ക് അയാൾ തുറച്ചു നോക്കി. ഉടൻ ആരംഭിക്കുന്നു. SP ആശാദേവിയുടെ ഡയറി കുറിപ്പുകൾ. സമൂഹത്തിലെ മുഖംമൂടി അണിഞ്ഞ വിശുദ്ധന്മാരുടെ തനിനിറം തുറന്നു കാട്ടുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ അനുഭവ പരമ്പര. രക്തമില്ലാത്ത മനുഷ്യർ. മന്ത്രി വേലായുധന്റെ ശിരസിലൊരു മരവിപ്പുണ്ടായി. പിന്നിൽ നിന്നാരോ തലക്കടിച്ചതുപോലെ. കണ്ണുകളിൽ ഇരുട്ട് കയറി. ആ ഇരുട്ടിൽ നിന്ന് ആശാദേവി വിഷം പുരട്ടിയ അസ്ത്രങ്ങൾ തൊടുത്തു വിടുന്നതയാൾ കണ്ടു. അധ്യായം 51. കുറെ നേരം ആ ഇരിപ്പിരുന്നതിന് ശേഷമാണ് മന്ത്രി വേലായുധന് സ്ഥലകാല ബോധമുണ്ടായത്. അദ്ദേഹം പരസ്യം മുഴുവൻ വായിച്ചു. രക്തമില്ലാത്ത മനുഷ്യർ.
ഈ എഴുതുന്നത് തികച്ചും സാങ്കല്പികമാണെന്നും കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരുമായും ബന്ധമില്ല എന്ന് പറഞ്ഞൊഴിയാൻ ഞാൻ തയ്യാറല്ല. മുഴുവൻ സംഭവങ്ങളും സത്യം. ഇതിൽ പറയുന്നവർ ജീവിച്ചിരിക്കുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമാണ്. ഇതിൽ പറയുന്ന സംഭവങ്ങൾ നടന്നതാണ്. അല്പം പോലും അതിശയോക്തിയോ സങ്കല്പമോ ഇതിലില്ല. പൂർണ്ണമായും സത്യമാണ്, സത്യം മാത്രം. ആശാദേവി. ചോര മരവിച്ചതുപോലെ മന്ത്രി വേലായുധന് അനുഭവപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ അയാളിരുന്നു. ആശാദേവി സത്യങ്ങളെല്ലാം തുറന്നെഴുതാൻ പോകുന്നു. എല്ലാ സത്യങ്ങളും. അതിൽ താനും പെടും. ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളും പെടുമോ? അവൾ കൊല ചെയ്യുന്നതിനെപ്പറ്റി എഴുതുമോ? എഴുതാതിരിക്കില്ല. ഒന്ന് പറഞ്ഞാൽ മാറാത്തവളാണ് ആശാദേവി. ഒരിക്കൽ തങ്ങൾ തെളിവുകളില്ലാതെ ചെയ്ത അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളുമെല്ലാം വെളിയിൽ വരും. ആ സത്യങ്ങൾ പകൽ വെളിച്ചം പോലെ ജനങ്ങളുടെ മുന്നിൽ എത്തപ്പെടും. പിന്നെന്തൊക്കെ സംഭവിക്കുമെന്ന് ഊഹിക്കാൻ കൂടി വയ്യ. നീതിയുടെയും നിയമത്തിന്റെയും ജനങ്ങളുടെയും മുന്നിൽ താൻ ചെയ്യുന്ന പ്രതികാര നടപടികൾക്ക് ഒരു നീതീകരണം നടത്തുകയാണവൾ. പക്ഷേ ജനങ്ങൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കും? അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ മന്ത്രി വേലായുധന് മറുപടി കിട്ടി. ആശാദേവിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ താൻ രക്ഷപ്പെട്ടാൽ തന്നെ ജനങ്ങൾ തന്നെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊല്ലും. പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ ദുരന്തമാകുമത്. ആ ഡയറി കുറിപ്പുകൾ പകുതി പ്രസിദ്ധീകരിക്കും മുമ്പ് തന്നെ തന്റെ മന്ത്രിസഭ വീഴും. മന്ത്രി വേലായുധന്റെ ശരീരമാകെ പെരുത്തു കയറി. ഈ ഡയറി പ്രസിദ്ധീകരിക്കരുത്, പ്രസിദ്ധീകരിക്കാൻ പാടില്ല. അയാൾ മുഷ്ടി ചുരുട്ടി കസേരയിലിടിച്ചു. ഭാഷയിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമാണത്. തന്റെ പാർട്ടിയുടേതിനെതിരെ പാർട്ടി ചായ്വാണവർക്ക്. മാത്രമല്ല താനും തന്റെ പാർട്ടിയും പത്രവും ദ്രോഹിക്കുന്നതിന്റെ പരമാവധി ദ്രോഹം അവരോട് ചെയ്തിട്ടുണ്ട്. താൻ യുവജന നേതാവായിരുന്നപ്പോൾ യുവാക്കളെ ഇളക്കി ആ പത്രം കത്തിക്കുകയും കുപ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തവരാണ്. അന്നതൊക്കെ ചെയ്തത് വലിയ നേതാക്കന്മാരെ സുഖിപ്പിക്കാനാണ്, തന്റെ രാഷ്ട്രീയ ഭാവി സുഖകരമാക്കാൻ. വയറ്റിപ്പിഴപ്പിന്റെ ഒരു ഭാഗവും കൂടിയായിരുന്നു. അതിന് ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്ന അന്തസ്സുള്ള പത്ര പാരമ്പര്യമാണ് അവർക്കുള്ളത്. തനിക്കിനി അവരോട് കെഞ്ചാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരൊത്തുതീർപ്പിന് തയ്യാറാണ്. ഈ ഡയറി കുറിപ്പുകൾ പത്രത്തിന്റെ സർക്കുലേഷൻ ഉയർത്തുമെന്നത് ഉറപ്പാണ്. അതുകൂടിയാണ് അവരുടെ ലക്ഷ്യം. അഡ്വക്കേറ്റിനെ വിളിച്ചു. അഡ്വക്കേറ്റുമായി വേലായുധന പരമ്പരയെപ്പറ്റി ചർച്ച ചെയ്തു. ആ ഡയറി പ്രസിദ്ധീകരിക്കുന്നത് എനിക്ക് അപമാനമാണ്. എന്റെ രാഷ്ട്രീയ ഭാവിക്ക് അപകടമാണ്. അത് തടയണം, മന്ത്രി ആവശ്യപ്പെട്ടു. വളരെ സത്യസന്ധയായ ഒരു പോലീസ് ഓഫീസറുടെ ഡയറി താങ്കൾക്കെങ്ങനെ അപമാനമാകും? അഡ്വക്കേറ്റ് ചോദിച്ചു. അവരെന്നെപ്പറ്റി മോശമായി എഴുതും. അത് താങ്കൾക്കെങ്ങനെ അറിയാം? ഡയറി വായിച്ചിട്ടുണ്ടോ? ആ കാരണം പറഞ്ഞ് ആ ഡയറി സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല, അഡ്വക്കേറ്റ് പറഞ്ഞു. ഷീ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ IPS ഓഫീസേഴ്സ്. ഗവൺമെന്റിനും ജനങ്ങൾക്കും ആശാദേവിയെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ. അവർക്ക് സംഭവിച്ച ദുരന്തങ്ങളും ദാരുണമായ അന്ത്യവും ജനങ്ങളെ എത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? കാട്ടുകൊള്ളക്കാരെ പിടിക്കാൻ പോയി അപകടത്തിൽ മരണമടഞ്ഞെന്നാണല്ലോ നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അവരുടെ ഘാതകരായ കാട്ടുകൊള്ളക്കാരെ പിടിക്കാത്തതിൽ മനുഷ്യസ്നേഹികളായ എല്ലാവർക്കും അമർഷമുണ്ട്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് സ്വന്തം നിലനിൽപ്പ് നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അതിനിടയിൽ ഈ കൊലയാളികളെ കണ്ടുപിടിക്കാൻ എവിടെയാണ് നേരം? ഈ സാഹചര്യത്തിൽ അവരുടെ ഡയറി പ്രസിദ്ധീകരിക്കുകയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമില്ല. വെറുതെ ചെന്നത് സ്റ്റേ ചെയ്യാൻ പറ്റുകയുമില്ല. എടോ വക്കീലെ, താനെന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. തന്നോട് വന്ന് കെഞ്ചാൻ ഞാനെന്താ തന്റെ വേലക്കാരനാണെന്ന് കരുതിയോ? അതോ ബസ് സ്റ്റാൻഡിലെ പോക്കറ്റടിക്കാരനോ? മന്ത്രി വേലായുധൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ഡയറി സ്റ്റേ ചെയ്യണമെങ്കിൽ താങ്കൾക്കെതിരായ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഉണ്ടോ? വക്കീൽ ശാന്തമായി ചോദിച്ചു. ഉണ്ടാവും. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? സാർ അവരെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. ആ ഡയറി അച്ചടിക്കാൻ പാടില്ല. അത് വ്യാജ ഡയറിയാണെന്നും ആശാദേവി ഡയറി എഴുതിയിട്ടില്ലെന്നും വാദിക്കാൻ നമുക്ക് പറ്റില്ല. ആരെയെങ്കിലും അപമാനപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും അതിലുണ്ടായാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പഴുതുകൾ കണ്ടുപിടിക്കാം. പക്ഷേ അതുകൊണ്ടും വലിയ കാര്യമില്ല. ആ പത്രത്തിന്റെ ശക്തി അറിഞ്ഞുകൂടെ? സ്റ്റേ അവര് പുല്ലുപോലെ എടുത്തു കളയും. വക്കീൽ മന്ത്രിയുടെ മുഖത്തേക്ക് നോക്കി.
സാറിനത് അച്ചടിക്കരുതെന്ന് നിർബന്ധമാണോ? അതേടാ, അതെന്നെയും കൊണ്ടേ പോകൂ. രക്ഷപ്പെടാൻ എന്താടോ ഒരു മാർഗം? വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മന്ത്രി. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പോക്കൃത്തരം കാണിക്കുമ്പോൾ ലോകം ഒരാഴ്ച കൊണ്ട് അവസാനിക്കുകയില്ലെന്ന് ഓർക്കണമായിരുന്നു. അഡ്വക്കേറ്റ് ഒന്നിളകിയിരുന്നു. നമുക്കെന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്താടോ? മന്ത്രി പ്രത്യാശയോടെ വക്കീലിനെ നോക്കി. അധികാരവും പണവുമൊക്കെ ഉപയോഗിക്കാമല്ലോ അല്ലേ? എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എത്ര പണം വേണമെങ്കിലും തനിക്ക് തരാം. എനിക്ക് പണം വേണം. ഇത് ഡയറി വന്ന വഴി അടയ്ക്കാനാണ്. കൊല്ലാനും തിന്നാനുമൊന്നും മടിയില്ലല്ലോ. മന്ത്രി അത് കേട്ട് വല്ലാതായി. സ്വന്തം തല പോണ കാര്യമാണെന്നല്ലേ പറഞ്ഞത്? സ്വന്തം തല ശത്രുക്കളുടേതിനേക്കാൾ വലുതല്ലേ? അഡ്വക്കേറ്റ് ചോദിച്ചു. ശരി, എന്തു വേണമെങ്കിലും ചെയ്യാം. മന്ത്രി വേലായുധൻ സമ്മതിച്ചു. ഞാൻ പത്രം ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കാം. ന്യൂസ് എഡിറ്ററും അസിസ്റ്റന്റ് എഡിറ്ററും എൻ്റെ സുഹൃത്തുക്കളാണ്. ഡയറി ഇപ്പോൾ എവിടെയാണെന്നും ഏതു വഴിക്കാണ് അവരത് സ്വന്തമാക്കിയതെന്നും നമുക്കറിയണം. പിന്നെ അടുത്ത നീക്കം എന്താ? ശരി, വേഗം വിളിക്ക്. മന്ത്രിക്ക് ഉത്കണ്ഠയായി. അഡ്വക്കേറ്റ് ഫോണെടുത്ത് പുഷ് ബട്ടണുകളിൽ വിരൽ അമർത്തി. മറുതലക്കിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ന്യൂസ് എഡിറ്ററെ തരാമോ? മിസ്റ്റർ വർമ്മയെ. വർമ്മ സാർ വൈകുന്നേരമേ കാണൂ. എങ്കിൽ അസിസ്റ്റന്റ് എഡിറ്റർ ശാന്താറാം. ഒരു നിമിഷം. ഉടൻ തന്നെ അസിസ്റ്റന്റ് എഡിറ്ററെ ലൈനിൽ കിട്ടി. ശാന്താറാമല്ലേ? അഡ്വക്കേറ്റ് ചന്ദ്രമോഹനാണ് സംസാരിക്കുന്നത്. എന്താണ് സാർ വിശേഷം? നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്ന ആശാദേവിയുടെ ഡയറിയെപ്പറ്റി ഒരു കാര്യമറിയാനാണ്. എന്താണ് സാർ? എന്തായാലും നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ തന്നെ എല്ലാ എഡിഷനുകളിലും സർക്കുലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏജന്റുമാരുടെ ഫോൺ കോളുകളാണ് കോപ്പി കൂട്ടാൻ. മുഖത്തടി കിട്ടിയതുപോലെ തോന്നിയെങ്കിലും അഡ്വക്കേറ്റ് ചോദിച്ചു. എങ്ങനെ നിങ്ങൾക്ക് ആ ഡയറി കിട്ടി? അതൊക്കെ കിട്ടി. എങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. രാഷ്ട്രീയത്തിലെ വമ്പന്മാർ കുടുങ്ങുമോ? കുടുങ്ങും. ആശാദേവി അങ്ങനെയൊരു ഡയറി എഴുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. എന്താ നോക്കുന്നോ? അഡ്വക്കേറ്റ് മറുപടി പറയാനാവാതെ സ്തംഭിച്ചിരുന്നു. ഇപ്പോൾ ഡയറി ആരുടെ പക്കലാണുള്ളത്? എനിക്കറിയില്ല. ഞാനത് കണ്ടിട്ടില്ല. ചീഫ് എഡിറ്ററാണ് മാറ്റർ തന്നത്. അതും ഫോട്ടോ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത കോപ്പി. അപ്പോൾ അത് ചീഫ് എഡിറ്ററുടെ കയ്യിലുണ്ടാവും അല്ലേ? ചില വിവരങ്ങൾ അറിയാനാണ്. ഉവ്, മനസ്സിലായി. പരസ്യം വന്നപ്പോഴേ തലകറങ്ങാൻ തുടങ്ങി അല്ലേ? എത്ര കൊള്ളക്കാർ അടുത്തിരിപ്പുണ്ട്? എഡിറ്ററുടെ ശബ്ദം കേട്ട് അഡ്വക്കേറ്റ് കണ്ണുമിഴിച്ച് മന്ത്രി വേലായുധനെ നോക്കി. ഹേയ്, അങ്ങനെയൊന്നുമില്ല. വെറുതെ ചോദിച്ചെന്ന് മാത്രം. തന്നോടുള്ള അടുപ്പം കൊണ്ട് വക്കീൽ നിസ്സാരമട്ടിൽ പറഞ്ഞു. എനിക്ക് ഒരു വിവരവുമില്ല. ചീഫ് എഡിറ്ററാണ് അതിൻ്റെ ആള്. ഡയറിയെ സംബന്ധിച്ച എല്ലാ വിവരവും അദ്ദേഹത്തിനെ അറിയൂ. അറിയാമല്ലോ. അദ്ദേഹം തന്നെയാണ് പത്രം ഉടമയും. താങ്ക് യു മിസ്റ്റർ ശാന്താറാം. അഡ്വക്കേറ്റ് ഫോൺ താഴെ വെച്ചിട്ട് മുഖത്തെ വിയർപ്പ് തുടച്ചു. എന്തായി? മന്ത്രി ചോദിച്ചു. പടക്കം കടിച്ചതുപോലെയായി, വക്കീൽ പറഞ്ഞു. അക്ഷമയോടെ ഇരുന്ന വേലായുധനോട് വക്കീൽ കാര്യം ചുരുക്കി പറഞ്ഞു. ഇനി എന്തു ചെയ്യും? ഞാൻ ചീഫ് എഡിറ്ററെ ഒന്ന് വിളിച്ചു നോക്കാം. അയാൾ വല്ലതും പറയുമോ? ഞങ്ങൾ പണ്ട് കുറെ സെറി വിളിച്ചിട്ടുള്ളതാ. അതിന് സാറല്ലല്ലോ, ഞാനല്ലേ വിളിക്കുന്നത്. വക്കീൽ ഫോൺ കറക്കി. ചീഫ് എഡിറ്ററെ ലൈനിൽ കിട്ടിയപ്പോൾ വക്കീൽ ആശാദേവിയുടെ ഡയറിയെപ്പറ്റി സംസാരിക്കാൻ ശ്രമിച്ചു. രാവിലെ നിങ്ങൾക്ക് ഇതേപ്പറ്റിയേ അന്വേഷിക്കാനുള്ളൂ. എത്ര പേരാണ് വിളിച്ചന്വേഷിക്കുന്നത്? എന്തൊരു ശല്യമാണിത്. ഡയറിയും ഡയറിയിലെ വിവരങ്ങളും പരമരഹസ്യമാണ്. പ്രസിദ്ധീകരിക്കുമ്പോൾ വായിച്ചാൽ മതി. ഫോൺ ഡിസ്കണക്റ്റായി. വിവരമറിഞ്ഞ മന്ത്രി രോഷം കൊണ്ടലറി. കഴിവേറിയെ കൊല്ലും ഞാൻ. അവന്റെ പത്രം ഓഫീസ് തകർക്കും ഞാൻ. വക്കീൽ സ്തബ്ധനായി ഇരുന്നു പോയി. അധ്യായം 60. രവീന്ദ്രന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കയറ്റിയ ജീപ്പുകൾ വന്നു നിന്നത് കൊടും കാട്ടിലാണ്. ഗിരീഷ് ചോപ്രയും മഹേഷ് കുമാറും ഇറങ്ങി. ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കൂറ്റൻ മരങ്ങൾ മാത്രം കാണപ്പെട്ടു. ഒരു വശത്ത് പാറക്കെട്ടുകൾ. എവിടെയോ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ. അവരെ ഇറക്കിക്കൊണ്ടുവാ, ഗിരീഷ് തന്റെ ആളുകളോട് പറഞ്ഞു. അവർ രവീന്ദ്രന്റെ അച്ഛനെയും അമ്മയെയും പിടിച്ചിറക്കി കൊണ്ടുവന്നു. ആ മാതാപിതാക്കൾ നിലവിളിച്ച് ഒച്ചയടച്ച നിലയിലായിരുന്നു. സ്വരം പോലും പതറി. ഞങ്ങൾ എവിടാ? കൊല്ലാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? അമ്മ നിലവിളിച്ചു. അതെ, കൊല്ലാൻ തന്നെയാണ്, ഗിരീഷ് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത്? അച്ഛൻ പതറിയ ശബ്ദത്തിൽ ചോദിച്ചു. നിന്റെ മകനും ആശാദേവിയും കൂടി ഞങ്ങളെ കൊല്ലാതിരിക്കാൻ. എന്റെ മകൻ ആരെയും കൊല്ലൂല. അപ്പോൾ ഡോക്ടർ ശിവപ്രസാദിനെ കൊന്നതോ? SP ശേഖറിന്റെ കയ്യും കാലും വെട്ടിമുറിച്ചതോ? അതൊന്നും ഞങ്ങളുടെ മോനല്ല. ഞങ്ങളുടെ മകൻ ആരെയും കൊല്ലൂല. വൃദ്ധൻ നിലവിളിച്ച് കേണു. കൊന്നില്ലെങ്കിൽ കൊലയ്ക്ക് കൂട്ടുനിന്നു. പിടിച്ചു കെട്ടവരെ, എന്നിട്ട് സംസാരിക്കാം.
മഹേഷ് ഗർജിച്ചു. ഗുണ്ടകൾ അച്ഛനെയും അമ്മയെയും ഓരോ മരത്തിൽ പിടിച്ചു കെട്ടുന്നത് കണ്ട് പെൺകുട്ടി നിലവിളിച്ചു. 4-5 പന്തങ്ങൾ അവരുണ്ടാക്കി ജ്വലിപ്പിച്ചിരുന്നു. ഗിരീഷ് പോക്കറ്റിൽ നിന്ന് തന്റെ റബ്ബർ പല്ലുകളെടുത്ത് വായിൽ വെച്ചു. ഒരു പന്തം വീശിക്കൊണ്ട് അയാൾ ആ പെൺകുട്ടിയുടെ അടുത്തെത്തി. ഒരു തടിയൻ അവളെ പിന്നിൽ നിന്ന് പിടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ കൈകൾ പിറകോട്ടാക്കി ബന്ധിച്ചിരുന്നു. "എന്താണ് നിന്റെ പേര്?" അവൻ ചോദിച്ചു. "രാധു." അവൾ അറിയാതെ പറഞ്ഞുപോയി. "നീയാകെ സുന്ദരിയാണല്ലോടി." അയാൾ അവളുടെ കഴുത്തിൽ പിടിച്ചു. അവളൊന്ന് പിടഞ്ഞെങ്കിലും അയാൾ പിടിവിട്ടില്ല. കത്തുന്ന പന്തം അയാൾ അവളുടെ മുഖത്ത് മുട്ടിക്കാനായി അടുപ്പിച്ചു. മുഖത്ത് ചൂടേറ്റവൾ പുളഞ്ഞു. അവർ തന്നെ പൊള്ളിക്കുമെന്ന് തന്നെ അവൾ ഭയന്നു. "രവീന്ദ്രൻ എവിടെയാണ്? നിന്നെ ഞാൻ ചുടാതിരിക്കണമെങ്കിൽ സത്യം പറഞ്ഞു." ചോപ്ര തേറ്റപ്പല്ലുകൾ കാട്ടി വികൃതമായി ഇളിച്ചു. രാധു ഭയന്ന് വിറച്ചു. പന്തത്തിന്റെ ചുവന്ന വെളിച്ചം അവന്റെ കണ്ണുകളിലും വായിലും പല്ലുകളിലും വീണപ്പോൾ അവനൊരു ചെകുത്താൻ തന്നെയാണെന്ന് അവൾ കരുതി. "എനിക്കറിയില്ല." അവൾ വിറച്ചു. "നിനക്കറിയാം. അവനും ആശാദേവിയും എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല." അത് കേട്ടവൾ ഭയന്ന് കിടുങ്ങിപ്പോയി. "ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്കൊന്നും അറിയില്ല. ചേട്ടൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല." രാധു കരഞ്ഞു പറഞ്ഞു. "വേണ്ടടി, പറയണ്ട. മഹേഷ് കുമാർ അവിടേക്ക് വന്നു. അവനെ ഇവിടെ വരുത്താൻ ഞങ്ങൾക്കറിയാം." അലർച്ച പോലെയായിരുന്നു അയാളുടെ ശബ്ദം. "നിങ്ങളുടെ വീട് കത്തിച്ചതും ഞങ്ങൾ നിങ്ങളെ തട്ടിക്കൊണ്ടുവന്നതും അവൻ അറിയും. അറിയാതിരിക്കാൻ വഴിയില്ല. അവൻ നിങ്ങളെ അന്വേഷിച്ച് ഈ കാട്ടിൽ വരും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ശവം ഞങ്ങൾ അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും." വനത്തിൽ തണുത്ത കാറ്റ് വീശി. വൃക്ഷത്തലപ്പുകൾ ആടി ഉലഞ്ഞു. "മഴ പെയ്യുമോ?" മഹേഷ് സംശയം പ്രകടിപ്പിച്ചു. "പെയ്യട്ടെ. രവീന്ദ്രനെയും ആശാദേവിയും കാണാതെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല." ഗിരീഷ് ചോപ്ര പറഞ്ഞു. ഗിരീഷ് രാധുവിനെ പിടിച്ചിരുന്ന ഗുണ്ടയുടെ നേരെ കണ്ണു കാണിച്ചു. അയാൾ പിടിവിട്ടു. പിന്നെ അവളുടെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു. കൈകൾ സ്വതന്ത്രമായ അവളെ ചോപ്ര ചേർത്തണച്ചു. രാധു അയാളുടെ കയ്യിലിരുന്ന പന്തം തട്ടി. ചോപ്രയുടെ തലമുടിയും മുഖവും കരിഞ്ഞു. അയാൾ ഒരു നിമിഷം അവളിലെ പിടിവിട്ടു. തലമുടി കരിഞ്ഞ മണം. ആ ക്ഷണം അവൾ ഇരുട്ടിലേക്ക് ഓടിപ്പോയി. "പിടിക്കവളെ." ചോപ്ര വേദനയോടെ നിർദ്ദേശം കൊടുത്തു. ഗുണ്ടകളുടെ പിന്നാലെ അയാളും ഓടി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. 4-5 മിനിറ്റ് പോലും പന്തം കത്തിച്ചു പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇരുട്ടിലവർ തപ്പിത്തടഞ്ഞു. രവീന്ദ്രന്റെയും അച്ഛനും അമ്മയും മരത്തോട് ചേർന്ന് നിന്നു നനഞ്ഞു. ചോപ്ര രാധുവിനെ അന്വേഷിച്ച് കാട്ടിലൂടെ നടന്നു. അന്വേഷിച്ച് മടുത്ത് അയാളൊരു പാറമടയിലിരുന്ന് ഉറങ്ങി. പ്രഭാതമായിട്ടും മഴ മാറിയില്ല. ചോപ്ര കൂകി നോക്കി. മറുപടിയായി കൂവലൊന്നും കേട്ടില്ല. താൻ കാടിന്റെ ഏത് ഭാഗത്താണെന്ന് പോലും അയാൾക്ക് പിടികിട്ടിയില്ല. താനിവിടെ ഒറ്റപ്പെട്ടുവെന്ന് അയാൾക്ക് തോന്നി. ഗുഹയിൽ നിന്നിറങ്ങിച്ചെന്നപ്പോൾ പാഞ്ഞൊഴുകുന്ന പുഴ കണ്ടു. ടോർച്ചും കത്തിയും മാത്രമേ അയാളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. മഴയത്തുകൂടി നടന്ന് അയാൾ കൂകി. മറുപടി കിട്ടിയില്ല. പെട്ടെന്ന് അയാളുടെ കാതുകളിൽ അത് കണ്ടുപിടിച്ചു. "രാധു!" അയാൾ വിളിച്ചു. പെട്ടെന്ന് അവൾ തലതിരിച്ചു നോക്കി. അയാളെ കണ്ട് അവൾ എഴുന്നേറ്റോടി. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ അയാൾക്ക് അവളുടെ പിന്നാലെ എത്താൻ കഴിയുമായിരുന്നു. ചോപ്ര അവളെ ഓടിച്ചിട്ട് പിടിച്ചു. പാറക്കെട്ടുകളുടെയും ആറ്റുപഞ്ചുകളുടെയും ഇടയിലൂടെ അവൾ അയാളെയും വലിച്ചു കൊണ്ടോടി. പെട്ടെന്നവൾ തിരിഞ്ഞ് അയാളുടെ പൊക്കിളിന് താഴെ ഒരു ചവിട്ട് കൊടുത്തു. നിലവിളിച്ചുകൊണ്ട് ചോപ്ര മറിഞ്ഞു വീണു. 4-5 മിനിറ്റ് നേരത്തേക്ക് അയാൾക്ക് മിണ്ടാനോ അനങ്ങാനോ കഴിഞ്ഞില്ല. രാധു അതിവേഗം ഓടി. മഴ നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങൾ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. 1 മണിക്കൂറോളം ഓടിയവൾ ചെന്നുപെട്ടത് മഹേഷ് കുമാറിന്റെ മുന്നിൽ. അയാൾ ചോപ്രയെ അന്വേഷിച്ച് വനത്തിൽ അലഞ്ഞ് തിരിയുകയായിരുന്നു. രാധു ഓടിയണച്ച് വീഴാൻ തുടങ്ങിയപ്പോൾ അയാൾ പിടികൂടി. കുതറിയോടാൻ തുടങ്ങിയ രാധുവിനെ അയാൾ ചെളിയിലിട്ടുരുട്ടി. അവളുടെ വസ്ത്രങ്ങൾ അയാൾ വലിച്ചു കീറി. അയാളുടെ പക്കൽ കത്തിയും തോക്കുമുണ്ടായിരുന്നു. മഴയത്തിട്ടയാൾ അവളെ ബലാത്സംഗം ചെയ്തു. ചെളിയും വെള്ളവും അവളുടെ മുകളിൽ കൂടി ഒഴുകി. രാധു അലറിക്കരഞ്ഞു. "കരയടി, ഉച്ചത്തിൽ കരയടി. കരച്ചിൽ കേട്ട് നിന്റെ ചേട്ടൻ ഓടി വരട്ടെ. എന്നിട്ട് വേണം എനിക്കവനെ കൊല്ലാൻ." അയാൾ പ്രതികാരത്തോടെ അലറി. തളർന്നു കിടന്ന രാധു എഴുന്നേറ്റ് അവസാനത്തെ കരുത്തും സംഭരിച്ച് ഓടി. "നിന്നെ ഞാൻ കൊല്ലുമെടി. രാത്രി മുഴുവൻ നിന്നെ കാത്തിരുന്നവർ വേറെയുമുണ്ട്." മഹേഷ് അവളുടെ പിന്നാലെ എത്തി. പുഴയോടടുത്തപ്പോൾ അയാൾ അവളെ പിടികൂടി. കലങ്ങി മറിഞ്ഞ പുഴ കൂലം കുത്തി ഒഴുകുകയായിരുന്നു. കല്ലുകൾക്കിടയിൽ വെച്ച് വീണ്ടും അയാൾ അവളെ മുറിപ്പെടുത്തി. മഴ കരുത്താർജിക്കുകയായിരുന്നു. തളർന്നു കിടക്കുന്ന രാധുവിനെ നോക്കി മഹേഷ് ചിരിച്ചു. അവൾ അയാളുടെ മുഖത്തേക്ക് തുപ്പി. "വാടി ഇവിടെ." മദ്യപിച്ച് ബോധം നശിച്ചവനെ പോലെ
അയാൾ എഴുന്നേറ്റു. രാധു എഴുന്നേറ്റ് പുഴയുടെ നേരെ പാറപ്പുറത്തുകൂടി ഓടി. രാധു! പെട്ടെന്നൊരു ശബ്ദം. രാധുവും മഹേഷ് കുമാറും തിരിഞ്ഞു നോക്കി. നനഞ്ഞു കുളിച്ച് രവീന്ദ്രൻ മലഞ്ചെരുവിലൂടെ വരുന്നു. അണ്ണാ! രാധു തിരിഞ്ഞോടാൻ തുടങ്ങുകയായിരുന്നു. അവളുടെ കാലുകൾ വഴുതിപ്പോയി. പാറപ്പുറത്തുകൂടി കല്ലുരുണ്ട് വരുന്നത് പോലെ മറിഞ്ഞവൾ താഴേക്ക് പോയി. രാധു! രവീന്ദ്രൻ നിലവിളിച്ചുകൊണ്ട് എത്തുന്നതിനു മുമ്പ് അവൾ താഴേക്ക് വീണു. വെള്ളച്ചുഴിയിൽ അവളൊന്ന് വട്ടം ചുറ്റി. അവളുടെ കാലുകൾ ചുഴിക്ക് മുകളിൽ കാണപ്പെട്ടു. പെട്ടെന്നത് താണുപോയി. മുകളിൽ നിന്നൊഴുകി വന്ന കാട്ടുതടികളോടൊപ്പം അവളുടെ ശരീരവും കുത്തൊഴുക്കിൽപ്പെട്ട് ഇനിയൊരിക്കലും കണ്ടെടുക്കാൻ പറ്റാത്ത വിധം വനത്തിനുള്ളിലേക്ക് പാഞ്ഞുപോയി. രാധു! രവീന്ദ്രൻ അലറി നിലവിളിച്ചുപോയി. രവീന്ദ്ര! കാട്ടിനുള്ളിൽ നിന്ന് കേട്ട സ്ത്രീ ശബ്ദം ആശാദേവിയുടേതായിരുന്നു. അത് തിരിച്ചറിഞ്ഞ ഉടനെ വെടിവെക്കാനായി മഹേഷ് കൈത്തോക്ക് തപ്പി. അപ്പോഴാണത് നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞത്. രാധുവിനോടൊപ്പം കെട്ടിമറിഞ്ഞപ്പോൾ റിവോൾവർ നഷ്ടപ്പെട്ടു. കത്തി അപ്പോഴും കയ്യിലുണ്ടായിരുന്നു. മഹേഷ് രവീന്ദ്രനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ രവീന്ദ്രൻ അയാൾക്കടുത്തെത്തിയിരുന്നു. പാറപ്പുറത്ത് കിടന്ന് പൊരിഞ്ഞ യുദ്ധം നടന്നു. ഇരുവരും രാധു ഉരുണ്ട പാറപ്പുറത്തുകൂടി ഉരുണ്ട് പുഴയിലേക്ക് വീണു. അതിശക്തിയായി അടിച്ചു വന്ന വെള്ളം ഇരുവരെയും കരയിലെത്തിച്ചു. ചുഴി പുഴയുടെ മധ്യത്തേക്ക് മാറി കറങ്ങുന്നുണ്ടായിരുന്നു. രവീന്ദ്രൻ മഹേഷിന്റെ ശിരസിൽ കല്ലുകൊണ്ടിടിച്ചു. മഹേഷ് അയാളെ കത്തികൊണ്ടും കുത്തി. കയ്യിൽ നിന്ന് രക്തം ചീറ്റി. രവീന്ദ്രൻ മഹേഷിന്റെ കഴുത്തിൽ ചുറ്റിക്കൊണ്ട് അയാളെ വലിച്ച് വെള്ളത്തിലേക്ക് ചാടി. ഇരുവരും താണുപോയി. കലക്കവെള്ളത്തിൽ ചോര ഉയർന്നു വന്നു. രവീന്ദ്രൻ പൊങ്ങി വന്നു. അയാൾ മഹേഷിനെ വെള്ളത്തിലേക്ക് പിടിച്ചു താഴ്ത്തി. മഹേഷിനെ കാൽക്കീഴിൽ വെച്ച് അടിത്തട്ടിലേക്ക് അമർത്താനെന്ന വണ്ണം രവീന്ദ്രൻ മുങ്ങി. കാട്ടിലകളും ഉണക്കക്കമ്പുകളും അവിടെ കൂടെ ഒഴുകിപ്പോയി. വീണ്ടും ചോര ഉയർന്നു വന്നു. രവീന്ദ്രൻ പിന്നെയും പൊങ്ങി വന്നു. അയാൾ കുത്തൊഴുക്കിൽപ്പെട്ട് താഴേക്ക് പോയി. മഹേഷ് കരയ്ക്കടുത്ത് വന്ന് പൊങ്ങി. അയാളുടെ കയ്യിലും കത്തിയിലുമുണ്ടായിരുന്ന ചോര വെള്ളത്തിൽ ഒഴുകി. മഹേഷ് കരയിലേക്ക് കയറി തലകുടഞ്ഞ് വെള്ളം തെറിപ്പിച്ചു. ഠേ! ഒരു വെടിപൊട്ടി. അയാളുടെ കത്തി പിടിച്ചിരുന്ന കൈത്തണ്ടയിലൂടെ ഒരു വെടിയുണ്ട കടന്നുപോയി. ആശാദേവി നടന്നു വരുന്നത് സ്വപ്നത്തിലാണെന്നോണം അയാൾ കണ്ടു. എന്റെ അമ്മോ! മഹേഷ് കുമാർ ഓടി. പുഴക്കരയിൽ നിന്നും കാട്ടിലൂടെ വെള്ളമൊഴുകുന്ന കുന്നിൻ ചെരുവിലൂടെ അയാൾ കുതിച്ചു പാഞ്ഞു. ചീഞ്ഞ കരിയിലകൾക്കിടയിൽ പല പ്രാവശ്യം തെന്നി വീണു. എന്നിട്ടും എഴുന്നേറ്റോടി. തിരിഞ്ഞു നോക്കിയപ്പോഴൊക്കെ ആശാദേവിയെ അയാൾ പിന്നിൽ കണ്ടു. വെടികൊണ്ട കൈയുടെ ഭാരം അപ്പോഴാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. വലിയൊരു ചാക്കുകെട്ട് കയ്യിൽ തൂക്കിപ്പിടിച്ചിരിക്കുന്നത് പോലെ. അതങ്ങ് പറഞ്ഞു പോയിരുന്നെങ്കിലെന്ന് അയാൾ ആശിച്ചു. ചോര ഒഴുകി. ഒരു മാംസക്കട്ട പോലെയുള്ള കൈപ്പത്തിയിലേക്ക് നോക്കാൻ കൂടി അയാൾക്ക് ത്രാണി ഉണ്ടായിരുന്നില്ല. അത് തെറിപ്പിച്ചു കളയാൻ വേണ്ടി അയാൾ ശക്തിയിലൊന്ന് കുടഞ്ഞു. കൈ പോയില്ലെന്ന് മാത്രമല്ല, അയാൾ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു വേദന ഉണ്ടാവുകയും ചെയ്തു. മുകളിലേക്ക് ഓടിക്കയറിയ അയാൾ തെറ്റി വീണു. മണ്ണിലൂടെ അള്ളിപ്പിടിച്ച് കയറാൻ അയാൾ ശ്രമിച്ചു. അപ്പോൾ തൊട്ടു പിന്നിൽ ആശാദേവിയുടെ കാലുകൾ. തിരിഞ്ഞു നോക്കും മുമ്പ് ആശ കാലുകൊണ്ട് അയാളെ തട്ടിമറിച്ചിട്ടു. അവളുടെ മുന്നിൽ കിടന്നപ്പോൾ അയാൾ ശ്വാസം കഴിച്ചില്ല. എന്നെ അല്ലായിരുന്നോ നിനക്ക് വേണ്ടത്? പിന്നെ എന്തിനാണ് രവീന്ദ്രനെ കൊന്നത്? ആശാദേവി ചോദിച്ചു. തന്റെ നേരെ തുറച്ചു നോക്കുന്ന തോക്കിൻ കുഴൽ കണ്ടയാൾക്ക് ബോധക്ഷയം വരുമെന്ന് തോന്നി. പണ്ട് എന്നെയും ബാലചന്ദ്രനെയും കൊല്ലാതെ കൊന്നു. നിങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടത് എവിടെയെങ്കിലും പോയി ജീവിക്കാനായിരുന്നു. പിന്നെ നീ എന്തിന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ദ്രോഹിച്ചു? എന്തിനെന്റെ ബാലേട്ടനെയും ഗീതുമോളെയും കൊന്നു? ആശാദേവിയുടെ ജ്വലിക്കുന്ന കണ്ണിൽ നിന്ന് ലാവ പോലെ ഒഴുകിയ കണ്ണീര് മഴത്തുള്ളികളിൽ പടർന്നു. എന്നെ കൊല്ലാൻ നിങ്ങളുണ്ടാക്കിയ അരക്കില്ലത്തിൽ ഞാൻ അച്ഛനെ കൊന്നു. ഈ മഴയത്ത് നിന്നെ ചുടാൻ തീയില്ല. ഈ ലോകത്ത് ഇനിയും നീയൊരു പെണ്ണിനെയും ദ്രോഹിക്കരുത്. സഹോദരിയെ എന്നല്ല, ഒരു മനുഷ്യജീവിയോടുള്ള കരുണ പോലും നീ എന്നോട് കാണിച്ചില്ല. നിന്റെയും എന്റെയും കഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ ദ്രോഹിക്കുന്നവർക്കൊരു പാഠമായിട്ട്. IPS കിട്ടിയത് കൊണ്ട് എനിക്ക് ലോകത്തിന് നന്മയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഗുണപാഠ കഥ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. നിന്നെയൊക്കെ കൊല്ലുന്നതും ഒരു നന്മയാവട്ടെ. ആശ അയാളുടെ കാലുകളിലേക്ക് നിറയൊഴിച്ചു. ഇരുകാൽ മുട്ടുകളിൽ നിന്നും ചോര ചീറ്റി. അയാൾ കിടന്ന് പിടഞ്ഞു. അയ്യോ എന്റെ പെങ്ങളെ, എന്നെ കൊല്ലല്ലേ, ദൈവത്തെ ഓർത്ത് എന്നെ കൊല്ലല്ലേ. അയാൾ ആദ്യമായി സ്വന്തം ജീവന് വേണ്ടി കെഞ്ചി. എന്റെ ബാലേട്ടനും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിന്ന് നിലവിളിച്ചു കാണും. നിങ്ങളിൽ ഒരുത്തനെങ്കിലും
അദ്ദേഹത്തോട് അല്പം കരുണ കാണിച്ചോ? കാട്ടുമൃഗത്തെ പോലെ വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊല്ലുകയല്ലായിരുന്നോ? എന്നെ പെങ്ങളെ എന്ന് വിളിച്ചതിന് നന്ദി. ഇപ്പോഴെങ്കിലും അങ്ങനെ വിളിക്കാൻ എന്റെ പ്രിയപ്പെട്ട ചേട്ടന് തോന്നിയല്ലോ. വീണ്ടും വെടിപൊട്ടി. അയാളുടെ നെഞ്ചിൽ നിന്ന് ചോര ചീറ്റി. അയാൾ കരിയിലകൾക്ക് മുകളിലൂടെ ഒരു നിലവിളിയോടെ ഉരുണ്ടുപോയി. മഹേഷ്! കാട്ടിൽ നിന്നൊരു ശബ്ദം. ആഷ നോക്കുമ്പോൾ ഗിരീഷ് ചോപ്രയും 4-5 ഗുണ്ടകളും. യു ഡെവിൾ! ആഷാദേവി ചോപ്രയെ നോക്കി പല്ലി ഞെരിച്ചു. ആ നിമിഷം ഒരു വെടിയുണ്ട ചോപ്രയെ തേടി പാഞ്ഞുപോയി. അധ്യായം 61. മഹേഷ് കുമാറിനെ വെടിവെച്ചിട്ട് ആഷാദേവി തങ്ങളുടെ നേരെ തോക്ക് തിരിച്ചപ്പോൾ തന്നെ ഗിരീഷ് ചോപ്രയും ഗുണ്ടകളും ഭയന്ന് വിറച്ചു പോയിരുന്നു. വെടി പൊട്ടുന്നതിന് മുമ്പ് തന്നെ അവർ ഓടിക്കളഞ്ഞു. തങ്ങൾ എണ്ണത്തിൽ കൂടുതലെങ്കിലും വെടിയുണ്ടകളോട് ചെറുത്തു നിൽക്കാൻ പറ്റുകയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ വന്ന വെടിയുണ്ട തന്റെ തലയ്ക്ക് മുകളിലൂടെ പോയെന്ന് ഗിരീഷ് ചോപ്ര കിതപ്പോടെ മനസ്സിലാക്കി. വെടിയുണ്ട വന്ന ഭാഗത്തു നിന്നൊക്കെ ഇലകൾ താഴെ വീഴുന്നത് അയാൾ കണ്ടു. പിന്നെ കുതിച്ചോടുകയായിരുന്നു. എവിടെയാണ് ജീപ്പ്? ചോപ്ര ഒപ്പമുണ്ടായിരുന്നവരോട് ചോദിച്ചു. അവിടെയാ. അവർ ഇടതുഭാഗത്തേക്ക് കൈ ചൂണ്ടി. നേരാണോ? നിനക്ക് തെറ്റിയിട്ടില്ലല്ലോ? ചോപ്ര ഭീതിയോടെ ചോദിച്ചു. ഇല്ല. അവർ അവിടേക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഓടി. രാത്രി മുഴുവനും മഴ നനഞ്ഞ് വിശന്ന് തളർന്നിരുന്ന അവർക്ക് കൂടുതൽ വേഗത കിട്ടിയില്ല. ചോപ്ര തിരിഞ്ഞു നോക്കിയപ്പോൾ ആഷാദേവി പിന്നാലെ ഓടി വരുന്നത് കണ്ടു. ദൈവമേ, അവൾ നമ്മളെ കൊല്ലും. ചോപ്ര കരഞ്ഞുപോയി. അവരുടെ കൂടെ വേറെയും ആളുകൾ കാണുമോ? ഒരുത്തൻ ചോദിച്ചു. ദൈവത്തിനെ അറിയൂ. കാല് തട്ടി വീണ ചോപ്ര എഴുന്നേറ്റ് വീണ്ടും ഓടി. അവസാനം അവർ ജീപ്പിനടുത്തെത്തി. ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ ചോപ്ര തിരിഞ്ഞ് രവീന്ദ്രന്റെ അച്ഛനെയും അമ്മയെയും കെട്ടിയിരിക്കുന്നിടത്തേക്ക് നോക്കി. അവരെ അവിടെ കണ്ടില്ല. അവരെവിടെ? കൊന്നോ നിങ്ങള്? ചോപ്ര ചോദിച്ചു. അവര് രാത്രി എങ്ങനെയോ കെട്ടടിച്ച് രക്ഷപ്പെട്ടു. നിങ്ങളിവിടെ ഇല്ലായിരുന്നോ? ജീപ്പിനുള്ളിൽ ഞങ്ങൾ തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു. അവർ നാട്ടിലേക്ക് ഓടിപ്പോയി കാണും, ഒരു ഗുണ്ട പറഞ്ഞു. ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞുപോയി. ചോപ്ര സ്റ്റാർട്ട് ചെയ്തിട്ടും എഞ്ചിൻ പെട്ടെന്ന് നിന്നുപോയി. ഇറങ്ങി തള്ളടാ. 2-3 പേർ അയാളുടെ ജീപ്പിലുണ്ടായിരുന്നു. അവരിറങ്ങി തള്ളി. ദൈവമേ, ഇത് സ്റ്റാർട്ടായില്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും. മറ്റവന്മാർ ഒരു വാക്കുപോലും പറയാതെ ഓടിച്ചു പോയത് കണ്ടോ? അവനൊക്കെ തീറ്റ കൊടുത്തവൻ ചത്തുപോയെന്ന വിചാരം പോലുമില്ല. ജീപ്പ് അവർ തള്ളി ഉരുട്ടി. ആഷാദേവി ഓടി വരുന്നത് ചോപ്ര കണ്ടു. അയാൾ വീണ്ടും ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് പ്രവർത്തിപ്പിക്കുന്നതിനേക്കാൾ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായത് ഇറങ്ങി ഓടുകയാണെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് ജീപ്പ് സ്റ്റാർട്ടായി. അയാൾ ജീപ്പ് മുന്നോട്ടെടുത്തു. തള്ളിക്കൊണ്ടിരുന്നവർ മുന്നോട്ട് വീണുപോയി. പന്നിയുടെ മോൻ, ഞങ്ങളെ കാട്ടിലാക്കിയിട്ട് പോകാനാണ് നോക്കുന്നത്. ഓടിച്ചെന്ന് ചാടിപ്പിടിച്ചോ? പരസ്പരം പറഞ്ഞുകൊണ്ട് അവർ ജീപ്പിന് പിന്നാലെ ഓടി. അതിന്റെ സൈഡിൽ ചാടിപ്പിടിച്ചു. ജീപ്പ് കാട്ടിലൂടെ അതിവേഗം ഓടി. പിന്നിൽ നിന്നൊരു വെടിശബ്ദം. അത് ലക്ഷ്യം തെറ്റിയെന്ന് മനസ്സിലായപ്പോൾ ഗിരീഷ് ചോപ്ര ചിരിച്ചു. ഇനി എന്റെ പൂട പോലും അവൾക്ക് കിട്ടില്ല. ചോപ്ര അതിവേഗം ജീപ്പ് ഓടിച്ചു. അസ്ത്രം പോലെ അത് മലഞ്ചെരുവിലൂടെ പാഞ്ഞുപോയി. പലപ്പോഴും തലകുത്തനെ മറിഞ്ഞു പോകുമോ എന്ന് പിന്നിലിരുന്നവർ ഭയന്നു. അവർ സൈഡുകളിലെ കമ്പികളിൽ മുറുകെ പിടിച്ചിരുന്നു. കൂപ്പ് റോഡിലൂടെ ജീപ്പ് ഓടി. 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരാൾക്കൂട്ടം. അവർ ഒരു ജീപ്പ് തല്ലിപ്പൊളിക്കുകയായിരുന്നു. ചോപ്ര ബ്രേക്ക് ചെയ്തിട്ടും 50 വാരയോളം ജീപ്പ് മണ്ണിലൂടെ നിരങ്ങിപ്പോയി. അയ്യോ, അത് നമ്മുടെ ജീപ്പാണ്. പിന്നിലിരുന്നവർ ആ കാഴ്ച കണ്ട് പറഞ്ഞു. എന്താ ഈ നാട്ടുകാര്? മനുഷ്യരെ തിന്നുന്നവരാണോ? അവർ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ആ മനുഷ്യർ ആയുധങ്ങളുമായി അവരുടെ നേരെ പാഞ്ഞു വന്നു. അവന്മാരാ എന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയത്. ആ മുമ്പിലിരിക്കുന്നവനാ നേതാവ്. രവീന്ദ്രന്റെ അച്ഛനായിരുന്നു അത്. ആളുകളെ കൂട്ടി അവിടേക്ക് വരികയായിരുന്നു അയാൾ. അടിച്ചു പൊളിക്കട അവന്മാരെ. ആരുടെയോ നിർദ്ദേശം. ആളുകൾ പാഞ്ഞു വരുന്നത് കണ്ട് ചോപ്രയും കൂട്ടുകാരും ജീപ്പിൽ നിന്ന് ചാടി ഓടി. ജീവൻ രക്ഷപ്പെടുത്താൻ അതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. കലി കയറിയ ജനങ്ങൾ അവരുടെ പുറകെയുണ്ടായിരുന്നു. കാട്ടിൽ വെച്ച് അവർ ചിതറി ഓടി. തനിച്ചായപ്പോൾ ചോപ്രയ്ക്ക് പേടി തോന്നി. എങ്കിലും ആരും പിന്നിലില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ അയാൾ ഓടി. ഒരു വയലിൽ ചെന്ന് തളർന്നു കിടന്നു. അയാൾക്ക് ശരീരമാകെ ഒടിഞ്ഞു നുറങ്ങിയതുപോലെ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു പാടശേഖരത്തിനപ്പുറത്ത് വാഹനങ്ങൾ പോകുന്നത് അയാൾ കണ്ടു. 2-4 ദിവസത്തിന് ശേഷമാണ് ഗിരീഷ് ചോപ്ര തന്റെ താമസ സ്ഥലത്തെത്തിയത്.
അവിടെ എത്താൻ എന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. 2 ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ അടുത്ത മുറിയിലുണ്ടായിരുന്ന രോഗിയുടെ മുണ്ടും ഷർട്ടും പണവും മോഷ്ടിച്ചയാൾ പുറത്തു ചാടി. അങ്ങനെ നഗരത്തിലെത്തി. വീട്ടിലെത്തി വിശ്രമിക്കുന്നതിനിടയിൽ അയാൾ പത്രങ്ങളെടുത്ത് നോക്കി. രക്തമില്ലാത്ത മനുഷ്യർ, ആശാദേവി എഴുതിയ ഡയറി കുറിപ്പുകൾ. അത് കണ്ടയാൾ കണ്ണുമിഴിച്ചിരുന്നു പോയി. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് അത്യധികം ഉത്കണ്ഠയോടെ അയാളത് വായിച്ചു. താനും മഹേഷ് കുമാറും കൂടി വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ വെച്ച് ആശയെയും ബാലചന്ദ്രനെയും ദ്രോഹിക്കുന്ന സംഭവങ്ങളായിരുന്നു. അതിലിനിയും തുടർന്നു വരുന്ന പരമ്പര ആരുടെയൊക്കെ രക്തം പുരണ്ട മുഖങ്ങൾ കാണിക്കുമെന്ന് ഓർത്തപ്പോൾ ഗിരീഷ് ചോപ്രയ്ക്ക് നടുക്കമുണ്ടായി. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെ ഇതെങ്ങനെ പത്രങ്ങൾക്ക് കിട്ടി? ആശാദേവി കൊടുത്തതായിരിക്കും. മന്ത്രി വേലായുധൻ ജീവനോടെ ഇരിക്കുന്നോ? ഇത് കണ്ടില്ലേ? ഇതിൽ അയാളും പെടുമല്ലോ. ഇനി ആശാദേവിയുടെ ഇരയാകാൻ 2 പേർ കൂടിയേ ബാക്കിയുള്ളൂവെന്ന് ചോപ്ര ഭീതിയോടെ ഓർത്തു. താനും വേലായുധനും. അയാൾ വേലായുധനെ ഫോണിൽ വിളിച്ചു. PA ഫോൺ മന്ത്രിക്ക് കണക്ട് ചെയ്തു. സാർ, ഇത് ഞാനാണ്, ചോപ്ര. ഹോ, താൻ ജീവിച്ചിരിക്കുന്നോ? മന്ത്രി അമ്പരപ്പോടെ ചോദിച്ചത് അയാൾ കേട്ടു. ഇത്രയും ദിവസം കാണാതിരുന്നപ്പോൾ ഞാൻ കരുതി നിന്നെ അവൾ കൊന്നെന്ന്. പറയ്, അവളെ കണ്ടോ? കണ്ടു. എന്നിട്ട്? ആകെ കുഴപ്പമായി. പിന്നെ അവളെ കണ്ടാൽ കുഴപ്പമല്ലാതെ സൽക്കാരമുണ്ടാവുകയില്ലെന്ന് എനിക്കറിഞ്ഞുകൂടെ? പെട്ടെന്ന് ആ ലൈനിൽ മറ്റാരുടെയോ ശബ്ദം കേട്ടു. നമ്മളിനി ഫോണിൽ സംസാരിക്കണ്ട, വേലായുധൻ പറഞ്ഞു. വീട്ടിലേക്ക് വരൂ. ശരി, ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ചോപ്ര മന്ത്രിയുടെ വീട്ടിലെത്തി. സംഭവിച്ചതത്രയും കേട്ട് വേലായുധൻ തളർന്നു പോയി. ഇനി അവളെ കൊല്ലാൻ ഒരു മാർഗവുമില്ല അല്ലേ? മന്ത്രി നിരാശയോടെ ചോദിച്ചു. ഉണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാ, ചോപ്ര പറഞ്ഞു. എന്താണത്? ഇതുവരെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തരത്തിലുള്ള ഐഡിയ വല്ലതുമാണോ? SP ശേഖറിന്റെ അവസ്ഥ അറിയാമല്ലോ. അവന്റെ പക്കലും കുറെ ഐഡിയ ഉണ്ടായിരുന്നു. മന്ത്രി ദേഷ്യത്തോടെ ചോപ്രയെ നോക്കി. ഇതങ്ങനെയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആശ ജീവിച്ചിരിക്കുന്നുവെന്ന രീതിയിൽ പോലീസിനെ കൊണ്ടന്വേഷിക്കാൻ പ്രയാസമുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ ഈ വിഷമം മുഴുവൻ ഉണ്ടായത്. ആരും അറിയാതെ അവളെ നശിപ്പിക്കണം. അവൾ ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞാൽ നമ്മുടെ കുറ്റങ്ങളെല്ലാം വെളിയിൽ വരില്ലേ? അതിനുള്ള വിദ്യയാണ് ഞാൻ പറയുന്നത്, ചോപ്ര പറഞ്ഞു. ആശാദേവി ഒരു വലിയ കാട്ടുകൊള്ളക്കാരിയാണെന്നും മരിച്ചതായി വരുത്തി തീർത്ത് ആൾമാറാട്ടം നടത്തി കാട്ടിൽ കൊലപാതകമായി കഴിയുകയാണെന്നും പോലീസിന് വിവരം കിട്ടിയിരിക്കുന്നു. പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് അവളെ തേടി കാട്ടിനുള്ളിലേക്ക് പോകുന്നു. അവളെ വെടിവെച്ച് കൊല്ലുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം. അധികാരം എന്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയും. അവളെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളെ കുറ്റവാളിയാക്കാൻ കഴിയും. കറക്റ്റ്, വെരി വെരി കറക്റ്റ്, മന്ത്രി ഉത്സാഹത്തോടെ പറഞ്ഞു. ആൾമാറാട്ടം നടത്തി കാട്ടിനുള്ളിൽ കഴിയുന്ന ആശാദേവി സ്വന്തം ശവമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി അവൾ മറ്റൊരാളെ ചുട്ടുകൊന്നു. ഉഗ്രൻ ഐഡിയ. ആരും അത് വിശ്വസിക്കും. വേലായുധൻ പുഞ്ചിരിച്ചു. ഇത് സാറ് തന്നെ നടപ്പിലാക്കിക്കൊള്ളണം. ഞാനീ നാട് വിടുകയാണ്, ചോപ്ര പറഞ്ഞു. അതെന്താ? മടുത്തു. അവളെന്നെ കൊല്ലും. എനിക്ക് കുറെ പണം വേണം. ഏതെങ്കിലും നാട്ടിലേക്ക് ഞാൻ പൊക്കോളാം. എത്ര രൂപ? 2 ലക്ഷം. ശരി. ആഷയുടെ ഡയറി പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ചോപ്ര ചോദിച്ചു. ആദ്യം നിങ്ങൾ കേസ് കൊടുക്കണം. മാന്യനായ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വിധം എഴുതിയതിന്. ഞാനോ? ഞാനിനി പകൽ വെളിച്ചത്തിൽ വരില്ല. അവൾ എവിടെയാണ് പതിയിരിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. ചോപ്ര കൈയൊഴിഞ്ഞു. എന്നെപ്പറ്റി എന്തെങ്കിലും അച്ചടിച്ചാൽ അന്ന് ഞാൻ പത്രം സ്റ്റേ ചെയ്യും, വേലായുധൻ പറഞ്ഞു. എന്നെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെൻസർ ചെയ്തേ കൊടുക്കാവൂ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഭീഷണിയൊക്കെ കൊള്ളാം. അതടിച്ചു വരുന്നതുവരെ ജീവിച്ചിരിക്കുമോ എന്ന് ആദ്യം ചിന്തിക്കുക, ചോപ്ര പറഞ്ഞു. പിറ്റേ ദിവസം പണം വേണമെന്ന് പറഞ്ഞാണ് ചോപ്ര തിരിച്ചു പോയത്. അയാൾ മുറിയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ആരെയും അകത്തേക്ക് വിടരുതെന്ന് കാവൽക്കാരനോട് പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ രാത്രിയായി. അത്താഴം ശരിയാക്കിയിട്ടുണ്ടെന്ന് വേലക്കാരൻ വന്നറിയിച്ചു. അത് മുറിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടയാൾ അലമാര തുറന്നു. തന്റെ ഇവിടത്തെ അവസാനത്തെ അത്താഴമാണെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. അലമാരയിൽ നിന്ന് മദ്യക്കൊപ്പിയും ഗ്ലാസും എടുത്തു. അതിനടുത്ത് പ്ലാസ്റ്റിക് വെപ്പുപല്ലുകൾ ഇരിക്കുന്നത് അയാൾ കണ്ടു.
താൻ വേഷം കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കോമ്പല്ലുകൾ. ടേബിൾ ലാമ്പിനടുത്ത് ടീപ്പോയിൽ അയാൾ കുപ്പി വെച്ചു. മദ്യം പകർന്ന് അല്പം നുകർന്നു. വെളുത്ത പ്ലാസ്റ്റിക് പല്ലുകളുടെ ചന്തം നോക്കി ഭക്ഷണം വരാനായി കാത്തിരുന്നു. എവിടെയോ ഒരു ഞരക്കം കേട്ടതായി അയാൾക്ക് തോന്നി. പിന്നിൽ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി ഇരുന്നു. ഗ്ലാസിൽ മദ്യമൊഴിച്ചു കൊണ്ടയാൾ നിർദ്ദേശിച്ചു, ഒരു കുപ്പി തണുത്ത വെള്ളം കൂടി കൊണ്ടുവാ. അകത്ത് വന്നയാൾ ഭക്ഷണം ടീപ്പോയിന്മേൽ വയ്ക്കുകയോ ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാത്തതുകൊണ്ട് അയാൾ മുഖമുയർത്തി. അയാൾ നടുങ്ങി പിന്നോട്ട് മലച്ചുപോയി. ആശാദേവി. അയാൾ ഭയപ്പെട്ടതു തന്നെ സംഭവിച്ചു. ആ മുറിയിൽ അയാൾക്ക് ആക്രമിക്കാൻ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുപ്പിയും ഗ്ലാസും എടുത്തെറിഞ്ഞു. അത് തകർന്നു വീണപ്പോൾ അയാൾ അവളെ നേരിട്ടു. മുറിക്കുള്ളിൽ പൊരിഞ്ഞ അടി നടന്നു. അവസാനം ആശാദേവി അവനെ എടുത്ത് ബെഡിലേക്കിട്ടു. നിലവിളിക്കാനായി വായ തുറന്നപ്പോൾ ആശ ആ തേറ്റപ്പല്ലുകളെടുത്ത് അവന്റെ വായിലേക്ക് തള്ളി. എനിക്ക് നിന്നെ ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം. ആശ മുരണ്ടു. അയാൾ കരഞ്ഞു. അയ്യോ, എന്നെ കൊല്ലല്ലേ. അവൻ ബെഡിൽ കിടന്ന് പിടഞ്ഞു. ആശ ബെഡ്റൂം ലാമ്പെടുത്ത് ഗ്ലാസ് അടിച്ചുടച്ച് കളഞ്ഞു. ഗ്ലാസുകൾ ചിതറിത്തെറിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് നീയാണ്. എന്റെ ജീവിതത്തിൽ എന്നും തേറ്റപ്പല്ലുകളുമായി വന്നത് നീയാണ്. ആശ ലാമ്പിന്റെ പിടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിച്ചള ഹോൾഡറുകളുടെ ഭാഗം അവന്റെ വായിലമർത്തി. അയാളുടെ റബ്ബർ പല്ലുകൾ ഉരുകിപ്പോകുന്നത് ആശ കണ്ടു. ഷോക്കടിച്ച് അയാളുടെ ശിരസ് വിറച്ചു. മിനിറ്റുകളോളം അത് തുടർന്നു. ആശ ലാമ്പ് വലിച്ചെടുക്കുമ്പോൾ ചോപ്രയുടെ കരിഞ്ഞ വായിൽ നിന്നും പുക പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അധ്യായം 62. മന്ത്രി വേലായുധൻ ആശാദേവിയെ പിടികൂടി നശിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി. ചുമതല ഐജിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതിനായി ഐജിയെ ടിവിയിലേക്ക് വിളിപ്പിച്ചു. രാവിലെയാണ് ഐജിയെ മന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. രാത്രിയിൽ ടിവിയിലെത്തണമെന്ന് നിർദ്ദേശിച്ചു. വളരെ കോൺഫിഡൻഷ്യലായുള്ള സംഭാഷണമാണെന്നാണ് മന്ത്രി വേലായുധൻ അദ്ദേഹത്തോട് പറഞ്ഞത്. വകുപ്പ് മന്ത്രി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനൊരു പ്രത്യേക സംഗതി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അത് സാധിച്ചു തരേണ്ട ചുമതല നിങ്ങൾക്കാണ്. എങ്ങും തൊടാതെയാണ് മന്ത്രി വേലായുധൻ ഫോണിലൂടെ സംസാരിച്ചത്. എന്താണ് സാർ? ഐജി തിരക്കി. അത് നേരിൽ കാണുമ്പോൾ പറയാം. ഈ കാര്യം സാധിക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്കിരിക്കുന്നത്. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ഇതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ പിന്നെ ആ കസേരയിലിരിക്കുന്നത് ആരാണെന്ന് ഞാൻ തീരുമാനിക്കും. അത് കേട്ടപ്പോൾ ഐജിക്ക് ഭീതി തോന്നി. സംഗതി ഗൗരവമുള്ളതാണ്. ഒപ്പം കോപവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും ആരെയും എന്തും ചെയ്യാമെന്നാണ് വിചാരം. ജനസേവനമാണ് പോലും. കൂടുതൽ സംസാരിച്ചാൽ താൻ അയാളോട് അപമര്യാദയെ സംസാരിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ അയാളെ പിണക്കാൻ വയ്യ. എന്തായാലും രാത്രി എത്തണമെന്ന് പറഞ്ഞിട്ട് മന്ത്രി വേലായുധൻ ഫോൺ വെച്ചു. ഇത്തവണ തനിക്ക് ആശയെ കൊടുക്കാൻ കഴിയുമെന്ന് മന്ത്രി വേലായുധന് തോന്നി. ഇനി അവളുടെ ഇരയാകാൻ അവശേഷിച്ചിരിക്കുന്നത് താനും ഗിരീഷ് ചോപ്രയുമാണ്. അവൻ ഭീതിയോടെ നാടുവിടാൻ തീരുമാനിച്ചു. അവൻ ആവശ്യപ്പെട്ട 2 ലക്ഷം രൂപ താൻ കൊടുത്തയച്ചിട്ടുണ്ട്. ചോപ്രയ്ക്ക് നാടുവിടാം. തനിക്കത് പറ്റുമോ? ഈ ജനങ്ങൾ മുഴുവൻ തന്നിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയല്ലേ. അവരെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ഭീരുത്വമല്ലേ? വേലായുധൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫോൺ വന്നു. വേലായുധൻ ചോപ്രയ്ക്ക് പണവുമായി അയച്ച ആളാണ് വിളിച്ചത്. സാർ, ചോപ്ര കൊല്ലപ്പെട്ടു. എങ്ങനെ? രാവിലെ ആ വാർത്ത കേട്ട് മന്ത്രി നടുങ്ങി. ആരോ ബെഡ്റൂം ലാമ്പിന്റെ ഹോൾഡർ അയാളുടെ വായിൽ കുത്തിക്കടത്തി ഷോക്കടുപ്പിച്ചു കൊന്നു. മുഖം കരിഞ്ഞിരിക്കുകയാണ്. അവിടെ മറ്റാരുമില്ലായിരുന്നോ? ഒരു വേലക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അവന്റെ തലയ്ക്ക് കൊലയാളി അടിച്ചിരുന്നു. എപ്പോഴായിരുന്നു സംഭവം? രാത്രി 10 മണിക്ക്. ചോപ്ര അത്താഴത്തിന് കാത്തിരിക്കുമ്പോൾ പോലീസ് വന്നോ? വന്നു സാർ. ശരി, നിങ്ങൾ തിരിച്ചു വരൂ. ശരി സാർ. ഫോൺ താഴെ വെച്ചു മന്ത്രി വിയർത്തിരുന്നു. ഇനി താൻ മാത്രം അവശേഷിക്കുന്നു. തേറ്റപ്പല്ലും വെച്ച് നടന്നിരുന്ന അവൻ ഷോക്കേറ്റി മരിച്ചു. കൊന്നതാരാണെന്ന് സംശയിക്കേണ്ട. അവൾ തന്നെ. ചത്തത് കീചകനെങ്കിൽ ഇന്ന് രക്ഷപ്പെടാനിരുന്നതാണ് ചോപ്ര. അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു. ഇനി താൻ എവിടെ ഒളിക്കും? വേലായുധൻ വിഷണ്ണനായിരിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. മിനിസ്റ്ററുടെ പേഴ്സണൽ ഫോണായിരുന്നു അത്. യെസ്, ഹോം മിനിസ്റ്റർ. വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ വേലായുധൻ.
ആശാദേവിയുടെ ശബ്ദം തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല. നീ അവനെയും കൊന്നു, മന്ത്രി വല്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു. അതുകൊണ്ടും അവസാനിച്ചിട്ടില്ല. മരണമടുത്ത ഒരാൾ കൂടി ബാക്കിയുണ്ട്. ആശാദേവിയുടെ കനത്ത ശബ്ദം കാതുകളിൽ വീണു പൊട്ടിച്ചിതറി. എന്നെ കൊല്ലാതിരിക്കൂ. എന്തു വേണമെങ്കിലും ഞാൻ തരാം. എന്റെ ആവശ്യങ്ങൾ ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടിൽ ഒന്നെനിക്ക് വേണം. ഒന്നുകിൽ എന്റെ ഭർത്താവിനെയും മോളെയും ജീവനോടെ തിരിച്ചു തരിക, അല്ലെങ്കിൽ നിന്റെ ജീവൻ. രണ്ടാമത്തേതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എടി ആശാദേവി, ഈ അവസാനത്തെ കളിയിൽ വിജയം എന്റെ കയ്യിലാണ്. നിന്നെ പ്രതിക്കൂട്ടിൽ കയറ്റുന്ന വേല എന്റെ കയ്യിലുണ്ട്. ജനം മുഴുവൻ നിനക്കെതിരായി തിരിയുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാം. എന്നെ കരുതേക്കാനല്ലേ നീ ഡയറി എഴുതുന്നത്? അത് ശുദ്ധ നുണയാണെന്നും നീയൊരു രക്തദാഹിയായ ചെകുത്താനാണെന്നും ഞാൻ സ്ഥാപിക്കും. വേലായുധ, ഒരു തെറ്റിനെ ശരിയാക്കാൻ തെറ്റുകൾ തന്നെ ചെയ്യുന്നവനാണ് നീ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് തെറ്റ് പറ്റുമ്പോൾ നിന്നെപ്പോലുള്ള ക്രിമിനലുകൾ മന്ത്രിമാരാകും. പക്ഷേ ജനങ്ങൾ തങ്ങളുടെ തന്നെ തെറ്റ് തിരുത്തുമ്പോൾ പഴയ ചായക്കടയിലെ ബെഞ്ചിലേക്ക് തന്നെ നീ വരും. IPS എടുത്ത എൻ്റെ തലച്ചോറിന് തകരാറൊന്നുമില്ലെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരും. അതിൻ്റെ വില നിനക്കൊന്നും അറിയില്ല. നീ എന്നെ ഒന്നും ചെയ്യില്ലടി. നാളെ മുതൽ നീ റോഡിലിറങ്ങിയാൽ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. ഞാൻ കാണിച്ചു തരാം. ചലഞ്ച്. അതെ, ചലഞ്ച്. എന്നാൽ വേലായുധ, ഞാൻ പറയുന്നു, നാളത്തെ സൂര്യനെ നീ കാണുകയില്ല. നാളെ ഉദിക്കുന്ന സൂര്യനെ കാണുന്നത് നിന്റെ ശവമായിരിക്കും. അത് കേട്ട് വേലായുധൻ വിറച്ചുപോയി. ഒരു നിമിഷം അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് ലൈൻ ഡിസ്കണക്റ്റായി. ഈ രാത്രി തന്നെ അവൾ കൊല്ലും. ആശ ഇതുവരെ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഓർത്തപ്പോൾ വേലായുധന്റെ ശരീരം ഭീതി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഡോക്ടർ ശിവപ്രസാദ് മരിച്ചത് അയാൾ ഓർത്തു. അമ്പേറ്റ് പല്ലിയെപ്പോലെ പിടഞ്ഞ ഡോക്ടർ ശിവപ്രസാദ്. ഇതുവരെ തന്നോടൊപ്പം ഭയന്ന് വിറയ്ക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ താൻ തനിച്ചായി. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കൽ താൻ കൊല്ലാക്കൊല ചെയ്ത ആശാദേവി തന്നെ കൊല്ലാൻ പോകുന്നെന്ന് പറഞ്ഞാൽ തനിക്ക് ഭ്രാന്താണെന്ന് കേൾക്കുന്നവർ പറയും. വേലായുധൻ ഉടനെ ഫോണെടുത്ത് SP രാമനാഥനെ വിളിച്ചു. 2 ദിവസത്തേക്ക് തനിക്ക് കനത്ത സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. രാവിലെ മുതൽ TVയിൽ പോലീസിനെ കാവൽ നിർത്താൻ ആവശ്യപ്പെട്ടു. അവിടെ വരുന്നവരെ മുഴുവൻ ശ്രദ്ധിക്കാനും ഏർപ്പാട് ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ മന്ത്രിയുടെ വീടിന് ചുറ്റും പോലീസ് എത്തി. SP രാമനാഥൻ വരുന്നത് കണ്ടപ്പോൾ മന്ത്രിക്ക് തോന്നി ആശാദേവിയാണെന്ന്. എന്താണ് സാർ പ്രത്യേകിച്ച്? സല്യൂട്ട് ചെയ്ത ശേഷം SP ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉപദ്രവിക്കുമോ എന്നൊരു സംശയം. ഞാനൊരു ദുസ്വപ്നം രാത്രിയിൽ കണ്ടു. ശരിയാണ് സാർ. സാറിന് ശത്രുക്കൾ കൂടുതലുണ്ട്. സത്യം പറയാതെ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ മന്ത്രി വീണ്ടും മൂളി. അദ്ദേഹം വീണ്ടും ഫോണിൽ IG-യെ വിളിച്ചു. കൃത്യം 8 മണിക്ക് TVയിലുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചു. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ പോലീസും സ്റ്റാഫുമല്ലാതെ മറ്റാരും TVയിൽ ഉണ്ടാകരുത്. കനത്ത രക്ഷാവലയം വേണം. ഞാനൊരു സുപ്രധാന ചർച്ച IG-യുമായി നടത്തുകയാണ്. ടെലിസ്കോപ്പിക് ഗൺ ഉപയോഗിച്ചു പോലും വെടിവെക്കാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കണം. മന്ത്രി വേലായുധൻ നിർദ്ദേശിച്ചു. യെസ് സാർ. SP രാമനാഥൻ സമ്മതിച്ചു. യാതൊരു കാരണവശാലും വൈദ്യുത തകരാറോ ടെലിഫോൺ തകരാറോ സംഭവിക്കരുത്, മന്ത്രി നിർദ്ദേശിച്ചു. യെസ് സാർ. മഫ്റ്റിയിൽ പോലീസിനെ വയർലെസ്സുമായി TVയുടെ 4 ഭാഗത്തും നിർത്തണം. യെസ് സാർ. ഏതെങ്കിലും കാരണവശാൽ വൈദ്യുതി പോയാൽ പ്രവർത്തിപ്പിക്കാൻ ജനറേറ്ററുകൾ തയ്യാറാക്കിയിരിക്കണം. യെസ് സാർ. ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. യെസ് സാർ. ഒരു നിമിഷം കഴിഞ്ഞ് SP ചോദിച്ചു. എന്താണ് സാർ ഇത്രയധികം രക്ഷാസന്നാഹങ്ങൾ? മന്ത്രി SP-യുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യപ്പെട്ടു. എന്റെയും IG-യുടെയും ജീവന് ഒട്ടും വിലയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതല്ല സാർ. അപകടത്തെപ്പറ്റി എന്തെങ്കിലും സൂചനകളോ സംശയമോ സാറിനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ രീതിയിലും സെക്യൂരിറ്റി സംവിധാനം ശരിയാക്കാമായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ മതി. യെസ് സാർ. SP രാമനാഥൻ പോയി. വൈകുന്നേരമായപ്പോൾ TVയും പരിസരവും പോലീസിനെ കൊണ്ട് നിറഞ്ഞു. IG വന്ന് ഫോൺ ചെയ്ത ശേഷമാണ് മന്ത്രി TVയിലെത്തിയത്. അവിടുത്തെ രക്ഷാ നടപടികൾ കണ്ടപ്പോൾ വേലായുധന് തൃപ്തിയായി. പോലീസിനെ കണ്ടുവെട്ടിച്ച് ഒരിഴ ജന്തു പോലും TVയുടെ പരിസരത്തേക്ക് വരാൻ പറ്റില്ല. IG-യും മന്ത്രി വേലായുധനും TVയുടെ അകത്ത്
AC മുറിയിലിരുന്നു. മറ്റാരും ആ മുറിയിലുണ്ടായിരുന്നില്ല. നമുക്ക് മുഖവുര വേണ്ട, കാര്യത്തിലേക്ക് കടക്കാം, മന്ത്രി വേലായുധൻ പറഞ്ഞു. ആശാദേവി ജീവിച്ചിരിക്കുന്ന കാര്യം അറിയാമല്ലോ. അവളെ ഇനി പരസ്യമായി അന്വേഷിക്കണം. എങ്ങനെ? പത്രങ്ങൾ ഇപ്പോൾ തന്നെ എഴുതുന്നത് കണ്ടില്ലേ? IG ചോദിച്ചു. അവൾ ആൾമാറാട്ടം നടത്തിയതാണെന്ന് വരുത്തി തീർക്കണം. എന്നിട്ട് പരസ്യമായി അന്വേഷിക്കണം. ആശാദേവിക്കെതിരെ ആരോപണങ്ങളും തെളിവുകളും ഉണ്ടാകേണ്ട രീതികളെപ്പറ്റി വേലായുധൻ വിശദീകരിച്ചു. ഇന്ന് വെളുക്കുന്നതിന് മുമ്പ് എന്നെ കൊല്ലുമെന്നാണ് അവൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അവളിപ്പോൾ ഈ TV-യുടെ പരിസരത്ത് പതിയിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ആർക്കും ഈ രക്ഷാവലയം ഭേദിച്ച് ഇതിനകത്ത് കടക്കാൻ പറ്റില്ല, IG പറഞ്ഞു. അതെനിക്കറിയാം. അവസാനത്തെ കരുനീക്കം അവൾക്ക് തെറ്റി. ഇങ്ങനെയൊന്നവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി നമ്മൾ അവളെ വേട്ടയാടുകയാണ്. വേലായുധൻ ഉത്സാഹവാനായി. ഇതേ സമയം നഗരത്തിലൂടെ പോലീസ് ബോർഡ് വെച്ച ഒരു കാർ പാഞ്ഞു വന്നു. അതിന്റെ മുകളിൽ സൈറന്റെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. ഉന്നത പോലീസ് ഓഫീസർമാർ ഉപയോഗിക്കുന്ന ആ സ്റ്റേറ്റ് കാർ TV-യുടെ ഗേറ്റ് കടന്ന് അതിവേഗം പാഞ്ഞു വന്ന് TV-യുടെ മുറ്റത്ത് നിന്നു. ആയുധധാരികളായ പോലീസുകാർ ഓടിവന്നു. കാറിൽ നിന്നിറങ്ങിയ പോലീസ് ഓഫീസറെ കണ്ട് അവരെല്ലാം അത്ഭുത പരതന്ത്രരായി. DSP ആശാദേവി. യൂണിഫോമും തൊപ്പിയും നക്ഷത്ര ചിഹ്നങ്ങളും അണിഞ്ഞ ശാന്തഗംഭീരമായ ആ മുഖം അവർക്ക് സുപരിചിതമായിരുന്നു. അമ്പരപ്പോടെ അവർ സല്യൂട്ട് ചെയ്തു. എവിടെയാണ് SP രാമനാഥൻ? ആശ തിരക്കി. ആ റൂമിലുണ്ട് സാർ, സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. മരിച്ചയാൾ എങ്ങനെ ജീവിച്ചു? ഡിപ്പാർട്ട്മെന്റിലെ എന്തെങ്കിലും ഒത്തുകളിയാണോ? അതിവിദഗ്ധയായ ആശാദേവി കൊള്ളക്കാരെ പിടിക്കാനായി മരിച്ചതായി കഥയുണ്ടാക്കിയതായിരിക്കുമോ? ചിലർ കരുതി. അതേപ്പറ്റി ചർച്ച ചെയ്യാനായിരിക്കും IG-യും മന്ത്രിയും കൂടിയിരിക്കുന്നത്. അവർ ചിന്തിച്ചു. മന്ത്രിയുടെ മുറിയുടെ തൊട്ടുമുന്നിലെ മുറിയിലായിരുന്നു SP രാമനാഥൻ. അവിടെ വയർലെസ് സെറ്റുമായി അദ്ദേഹം തനിച്ചായിരുന്നു. മുറിക്ക് പുറത്താണ് കാവൽക്കാർ. സ്റ്റേറ്റ് കാർ ഗേറ്റ് കടന്നു പോന്നത് വയർലെസ്സിലൂടെ SP-ക്ക് മെസ്സേജ് കിട്ടി. അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ വാതിൽ തുറന്ന് ആശാദേവി അകത്തേക്ക് വന്നു. SP രാമനാഥൻ ചാടി എഴുന്നേറ്റു. ആശാദേവി, നിങ്ങൾ? രാമനാഥന്റെ ശബ്ദം വിറച്ചു. മരണമില്ലാത്തവൾ. ആശ അടുത്തു വന്നു. രാമനാഥൻ റിവോൾവർ എടുക്കുന്നതിന് മുമ്പ് ഒരു സ്പ്രേ ആശാദേവി അയാളുടെ മുഖത്തേക്കടിച്ചു. ബോധമറ്റ അദ്ദേഹം കസേരയിലേക്ക് ചാഞ്ഞു. എന്റെ കൂട്ടുകാരെയെല്ലാം ഒന്നൊന്നായി അവർ കൊന്നു. എനിക്ക് രക്ഷപ്പെടണം, വേലായുധൻ പറഞ്ഞു. പക്ഷേ സാർ, വളരെയധികം പാപം നിങ്ങൾ ചെയ്തിരിക്കുന്നു, IG പറഞ്ഞു. ദൈവത്തിനോടെങ്കിലും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ദൈവം? പോകാൻ പറ. ഇന്ന് അവൾക്കെന്റെ ഒരു രോമം പിടിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയാം ദൈവം മിടുക്കനാണെന്ന്. നാളത്തെ സൂര്യനെ ഞാൻ കാണില്ല പോലും, വേലായുധൻ പുച്ഛത്തോടെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വാതിൽ തുറന്നടഞ്ഞു. വേലായുധനിൽ നിന്നൊരു നിലവിളിയാണ് പിന്നീട് ഉയർന്നത്. IG-യും ഭയന്ന് എഴുന്നേറ്റ് പോയി. എന്തു പറയുന്നു വേലായുധൻ? ആശാദേവിയുടെ ശബ്ദം കേട്ട് വേലായുധന്റെ തൊണ്ട വരണ്ടുപോയി. ആശാദേവി. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു നിന്ന IG-യുടെ ശബ്ദം പതറി. സാറിനോട് ഞാൻ സംസാരിക്കാം. എന്നെ ദ്രോഹിച്ചവർക്ക് കൂട്ടുനിന്ന നീതിയുടെ കേദാരമല്ലേ ഞാനെന്ന് പറഞ്ഞ 7-ാം ദിവസം എന്നെ ചതിയിൽപ്പെടുത്തി കൊല്ലാൻ ബുദ്ധി ഉപദേശിച്ച ചാണക്യനല്ലേ? ആശയുടെ ശബ്ദം കേട്ട് IG പതറി. എനിക്ക് ഇവനോടാണ് സംസാരിക്കേണ്ടത്. എന്റെ പച്ചമാംസം പട്ടിയെപ്പോലെ കടിച്ചു പറിച്ചവനാണിവൻ. ആശാദേവി വയർലെസ് ഘടിപ്പിച്ച തോക്ക് അയാളുടെ നേരെ തിരിച്ചു. എന്റെ പൊന്ന് ആശാദേവി സാറേ, എന്നെ കൊല്ലരുത്, കൊല്ലല്ലേ. മന്ത്രി വേലായുധൻ ആശാദേവിയുടെ കാലുകളിലേക്ക് വീണു. നിങ്ങളുടെ നിയമം എനിക്ക് നീതി തന്നില്ല, പക്ഷേ എന്റെ നീതി നിന്നെ വിധിക്കുകയാണ്. ആശാദേവി പറഞ്ഞു തീർന്നതും വെടിപൊട്ടി. വേലായുധൻ ചുവന്ന പരവതാനിയിൽ കിടന്ന് പിടഞ്ഞു. അവസാനമായി വേലായുധൻ ആശാദേവിയുടെ കാലുകളിൽ പിടിച്ചുകൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ. അയാൾ നിശ്ചലനായപ്പോൾ ആശ തൊപ്പിയെടുത്ത് IG-യുടെ മുന്നിൽ വെച്ചു. ഇനി നമുക്ക് സംസാരിക്കാം സാർ. ആശാദേവി കസേരയിലിരുന്നു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഡയറി തീർത്തു കൊള്ളട്ടെ. സത്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെന്റെ കർത്തവ്യമായിരുന്നു. ഒരു നിരപരാധിയെയും ഞാൻ ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്തിനെന്നെ ശിക്ഷിച്ചു? എന്തു തെറ്റാണ് ഞാൻ ചെയ്തത്? ഇനിയും എന്നെ ശിക്ഷിക്കാനാണ് നിങ്ങളുടെ നീതിയും നിയമങ്ങളും മനസാക്ഷിയും വിധിക്കുന്നതെങ്കിൽ
നിങ്ങളുടെ രീതിയിൽ ശിക്ഷിച്ചു കൊള്ളുക. ആശാദേവി IPS. രക്തമില്ലാത്ത മനുഷ്യരുടെ അവസാന ഭാഗം ആ ചോരയ്ക്ക് മുന്നിലിരുന്ന് ആശാദേവി എഴുതി തീർത്തു. നോവൽ അവസാനിച്ചു.